അപ്പോൾ ഇന്നലെ രാത്രിയിൽ നമ്മളിത് ഇവിടെ ഈ ഒരു ധാബയുടെ പാർക്കിംഗ് കൊണ്ട് നിർത്തിയിട്ട് ഞങ്ങളിവിടെ കിടന്ന് ഉറങ്ങി. ഇവിടെ ഈ ഗ്രൗണ്ട് നിറച്ച് വണ്ടി ഉണ്ടായിരുന്നു. രാവിലെ എല്ലാം പോയി. സമയം ഇപ്പം 7:30 8 ചായ പറഞ്ഞോ? ചായ പറഞ്ഞു. സ്പെഷ്യൽ ചായ പറഞ്ഞിട്ടുണ്ട്. ആണോ? ശക്കർക്കം. ഇത് സ്പെഷ്യൽ പറഞ്ഞുകൊണ്ട് ചായ കൂടുതലുണ്ട്. അല്ലെങ്കിൽ കുറച്ചേ കാണുള്ളൂ. സമയം 8 മണി കഴിഞ്ഞു. വയക്കാം ലോഡൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആണോ? ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇനിയും ലോഡില്ലാതെ പോരുത്. അല്ല പറഞ്ഞ് ഇന്നലെ വിളിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാം, കുഴപ്പമില്ല. അപ്പോഴേ ഇവിടെ ഒരു ചെറിയ വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ ഈ വണ്ടി ഓടിക്കുന്ന ഒരു മലയാളി ചേട്ടനാണ്. ഞാൻ രാവിലെ പല്ല് തേച്ചുകൊണ്ട് നിന്നപ്പം വന്ന് പരിചയപ്പെട്ടായിരുന്നു. ചേട്ടനോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈ വണ്ടിയിൽ കാറ്റാടിയുടെ മെഷീനാണ് ഈ ഇരിക്കുന്നത്. അത് നമ്മൾ ഇന്നലെ രാത്രി കണ്ട വണ്ടിയായത്. ചേട്ടാ, അപ്പം ഇങ്ങനൊരു വണ്ടിയിൽ ഒരു മലയാളിയെ കണ്ടതിൽ ഏറെ സന്തോഷം. ഞാൻ ഒരുപാട് കാലമായിട്ട് ഇതേപോലുള്ളൊരു വണ്ടിയും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണുമ്പോൾ എല്ലാം ഓർക്കുമായിരുന്നു. ചേട്ടൻ്റെ പേരനായത്? ശ്രീധരൻ. വീട് ഇരിങ്ങാലക്കുട. അടുത്തിരിഞ്ഞെന്ന് പറയും. ഇരിങ്ങാലക്കുടം വലിയ സിറ്റി, 5 കിലോമീറ്റർ അടുത്തിരിഞ്ഞു. അത് ശരി. അപ്പം അവിടെ നാട്ടിൽ തന്നെ താമസിക്കുന്നതൊക്കെ? ഞാൻ ഇവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ ഓർത്തു വണ്ടി ഗുജറാത്ത് രജിസ്ട്രേഷനാ, അവിടെ ഉള്ള ആളാന്ന് ഓർത്ത്. ഞാനും അങ്ങനെ ഓർത്ത്. എന്നോട് അങ്ങോട്ട് രാവിലെ ചായ കുടിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കുത്തേട്ടല്ലേന്ന് ചോദിച്ചു. ഞാൻ എന്തായാലും നോക്കി അതേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ മലയാളത്തിൽ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് മലയാളം. അപ്പം ഈ വണ്ടിയെ എത്ര നാളായി ചേട്ടൻ ഓടിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 2000 തൊട്ട് തുടങ്ങി. 25 ഫസ്റ്റ് 420. ഫസ്റ്റ് വളവന്ന് 420. ഇത് 500. ഇത് 500. അത് കഴിഞ്ഞ് 420 കഴിഞ്ഞ് 380. 380 കഴിഞ്ഞ് പിന്നെ സ്കാനി വന്നു. സ്കാനിന്ന് 580. സ്കാനി 580. അതൊരു 6 കൊല്ലം ഓടിച്ചു. ഇതിപ്പോ ഒരു കൊല്ലം കയറ്റുള്ളൂ. ഇത് ഈ കമ്പനി തന്നെയാണോ വർഷങ്ങളായിട്ട്? ശരി. ഞാൻ 1987 വന്ന് ഹെൽപ്പർ ജോലി ചെയ്ത്. ഹെൽപ്പറായിട്ട് എത്ര നാൾ തന്നു? 5 കൊല്ലം. ഇതേ ഹെൽപ്പറിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? ഇതിൽ ഹെൽപ്പർ എന്നിട്ട് കാര്യമില്ല. ഇതിപ്പോ ഞാൻ ചോദിക്കായിരുന്ന ചോദ്യം. അപ്പൊ ഇവൻ ആദ്യം ചോദിച്ചേ ഹെൽപ്പർ പോസ്റ്റ് ഉണ്ടേ പോന്നേക്കാന്നുണ്ടായിരുന്നു. ഇപ്പൊ ഹെൽപ്പർ അവർ തരുന്നില്ല. ഇപ്പൊ ഞങ്ങൾ 3 ആളുള്ളൂ. ഇതില് 4 മുക്കിൽ 4 കോണമിൽ 4 ആളും ഒരു ഓപ്പറേറ്റർ പ്ലസ് ഡ്രൈവർ 6 പേരുണ്ടായിരുന്നു. ചിലപ്പോൾ 3 പേര് വരും. ഓ അത് ശരി. ആളെ കുറച്ചു വെട്ടിക്കുറച്ചു. അത് ശരി. അപ്പൊ ഇതിപ്പോ എത്ര ടണ്ണാണ് ഇത് ഈ കയറ്റി വെച്ചേക്കുന്നത്? ഇതിപ്പോ 125 ടണ്ണ്. അതിപ്പോ ഒരു ട്രോളി മതി അല്ലേ? ചെറിയ വെയിറ്റേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ സാധാരണ ഇതുപോലുള്ള ഓരോ ലോഡുകൾ കയറ്റിയാലേ കൊണ്ട് ഇറക്കുമ്പം എന്ന് പറഞ്ഞാൽ ആ ഒരു ലോഡ് കയറ്റിയിട്ട് ഇറക്കുന്ന എല്ലാം കൂടെ ചിലപ്പോൾ എത്ര ദിവസങ്ങളൊക്കെ എടുക്കും? ദിവസമല്ല, മാസങ്ങൾ എടുക്കുമായിരിക്കും. ഇതിപ്പോ നല്ല റോഡാണെങ്കിൽ ഞങ്ങൾ ഒരു 100-150 കിലോമീറ്റർ ഓടും. നല്ല റോഡാണ്. ഇവിടെ വെച്ചാൽ ഇപ്പൊ വഴി മോശം, പിന്നെ വയറ് തടയുന്നു. പിന്നെ രാത്രി മരങ്ങളൊന്നും മുട്ടാൻ പാടില്ല. മരങ്ങൾ മുട്ടാൻ പാടില്ല. നോക്കി കൊണ്ടുവരാൻ സമയം പിടിക്കും. ഇവിടെ നിന്ന് ഇനി അങ്ങ് സോലാപ്പൂർ റോഡ് പിടിച്ചാൽ വേഗം പോകും. എന്നാലും എത്ര ദിവസമൊക്കെ എടുക്കും? ഇത് അവിടെ ഒരു യാർഡുണ്ട്, അവിടെ ഇറക്കാനായിരിക്കും അല്ലേ? സോലാപ്പൂർ റോഡിൽ കാണാമല്ലോ. രായച്ചൂർ ഇതിപ്പോ 3-4 സൈറ്റ് ഉണ്ട്. കുഷ്ടയി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് സൈറ്റ് ഉണ്ട്. ഇപ്പൊ രായച്ചൂർ റോഡിലേക്കാണ് നിറച്ചത്. അത് ശരി. ഇത് ഫസ്റ്റ് 3ാമത്തെ ലോഡാണ്. പിന്നൊക്കെ 80 ടണ്ണ പോയിരുന്നു. 80 ടണ്ണൊക്കെയാ. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ചേട്ടൻ എത്ര ടണ്ണ് വരെ കൊണ്ടുപോയിട്ടുണ്ട്? 1200 ടണ്ണ്. അപ്പൊ ഈ എത്ര ഈ സൈസ് ട്രോളി എത്ര എണ്ണം കാണും? ട്രോളി എന്ന് പറയുമ്പോ എങ്ങനെ പറയാ, അപ്പൊ 56 ആക്സില്. അപ്പൊ ഒരു ആക്സിലിൽ 8 ടയർ. അപ്പൊ ഈ വലിക്കുന്ന പുള്ളർ എത്ര എണ്ണം കാണും? നോർമൽ റോഡിൽ ഒരു 3 പുള്ളർ തള്ളുകയും ചെയ്യും, പുറയും തള്ളുകയും ചെയ്യും, മുന്നൊന്ന് വലിക്കുകയും ചെയ്യും. അത് വലിക്കുന്നത് ചിലപ്പോൾ 1-2 വണ്ടിയാണ് വലിക്കുക. അതല്ല, 2 വലിക്കും. 480 ടയറായി കേട്ടോ. 56 ആക്സിൽ എന്ന് പറയുമ്പോൾ 56 × 8 അടിച്ച് 448. അപ്പൊ ഈ ഇതിന് ഒരു ടയറിനാണോ പാസിങ് അതോ ഒരു ആക്സിലിനാണോ? ആക്സിലിന് വെച്ചാൽ അവര് കണക്കാക്കണം ഇങ്ങനെ 3 ടൺ പാസിങ്. ഒരു ടയറിന് 3 ടൺ പാസിങ് ആണ്. പാസിങ് കണക്കായിട്ട് ഇപ്പൊ 1200-1300 മുകളിലായി. 1200 ടൺ കയറ്റാൻ തരണമെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു 1500 ടൺ അവിടെ പാസിങ് വേണം. അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു സംശയമായിരുന്നു ഇതിനകത്ത് വെയിറ്റ് അല്ലേ? അതെന്നാ അതിനകത്ത് ഈ പെട്ടി പോലെ കാണുന്ന ബോക്സ് പോലെ സിമെന്റ് ബ്ലോക്കാ? അത് എത്ര ടണ്ണ് കാണുമായിരിക്കും? അതും വണ്ടി വെയിറ്റും എല്ലാം കൂടെ 38-39 അത്രയും ഉണ്ടല്ലേ? അത് ശരി. അപ്പോൾ ഈ വെയിറ്റ് കൂടുതൽ വലിക്കുന്ന അനുസരിച്ച് അല്ല, ലോഡ് ഇപ്പം ഇതിലിരിക്കുന്ന ലോഡ് വെയിറ്റ് കൂടുതലാണ്, അതനുസരിച്ച് ടയർ സ്ലിപ്പ് ആവില്ല. അതെ, വെയിറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കറങ്ങും. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇതിലിപ്പോൾ ഇത് 125 ടണ്ണാണെന്ന് വെച്ചോ. അപ്പം
അതിന് എത്ര ടൺ വേണം? ഇനി വല്ല ഈ പറഞ്ഞ 1200 അതുപോലെ വലിയ വെയിറ്റ് കൊണ്ടുപോകുമ്പോൾ അതിലെ വെയിറ്റ് കൂട്ടുമോ? ഒരു 5 ടൺ കൂട്ടും. 5 ടൺ കൂട്ടും. ആ ആ. അപ്പം അങ്ങനെ ആണ്. ഇപ്പം സിംഗിൾ ഡ്രൈവറേ ഉള്ളൂ അല്ലേ? ഇത്ര നാളിനുള്ള ഇടയിലേ ഏറ്റവും ദിവസം കൂടുതലെടുത്ത ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ആ 1 ഇയർ ഒരു കൊല്ലം കൊണ്ട് പോകേണ്ട ഇറക്കിയിട്ടുണ്ട് ഒരു ട്രിപ്പ്. അത് എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു? അത് ഗുജറാത്ത് സൂറത്തിൽ നിന്ന് കടൽ മാർഗം മുന്ദ്ര വന്നു. മുന്ദ്രന്ന് പാനിപ്പത്തല്ല ബറ്റിണ്ട. അതിന് 1 വർഷം എടുത്തോ? 1 വർഷം. എന്നാ സാധനമായിരുന്നു അത് റിയാക്ടർ. റിയാക്ടർ. ഹൈറ്റും വീതിയൊക്കെ കൂടുതലുണ്ടാവും. 7 മീറ്റർ വീതി പ്ലസ് ഒരു 22 അടി 23 അടി ഹൈറ്റ് ഉണ്ടാവും. ഹൈറ്റുണ്ട്. അന്നേരം ഈ അത്രയും വെയിറ്റ് വരുമ്പോഴേ നമ്മൾ ഈ 5.5 മീറ്ററല്ലേ ഉള്ളൂ ഹൈവേയിലൊക്കെ, പാലങ്ങളും അതും ഇതെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ഓവർ ബ്രിഡ്ജ് മുകളിൽ കൂടെ പോവില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നേരെ നദിയൊക്കെ വരുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഒരു പാലൊക്കെ ഉണ്ടാക്കിയിട്ട് പോവാം. ഓ, പാലം ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്? അതിന് സമയം പിടിക്കുക. എങ്ങനെ പാലം ഉണ്ടാക്കി? ഇരുമ്പിന്റെ ബ്ലോക്ക് ഇട്ടിട്ട് പാലം ഉണ്ടാക്കും. എന്നിട്ട് സൈഡിൽ കൂടെ ഇറങ്ങിപ്പോവും. റോഡിന്റെ ആണെങ്കിലും സൈഡിൽ റോഡ് ഉണ്ടാക്കിയിട്ട് റോഡ് ഉണ്ടാക്കി കെട്ട് റോഡൊക്കെ ഉണ്ടാക്കി പാലുണ്ടാക്കി പാലത്തിന് അപ്പുറത്ത് കിടന്ന് അപ്പൊ തന്നെ പാലം മടക്കി വെച്ച്. ശരി. അപ്പൊ അതിന്റെയൊക്കെ വാടക എത്ര? ഒരു 3 സ്ഥലത്ത് ഞങ്ങൾ ആ റോഡിൽ ചെയ്തിട്ടുണ്ട്. 3-4 സ്ഥലത്ത് ചെയ്തു. അപ്പൊ അതിന്റെയൊക്കെ വാടക എങ്ങനെയായിരിക്കും? നമുക്കറിയത്തില്ല. കമ്പനിയിൽ ഒത്തിരി വണ്ടി ഉണ്ടോ ഈ ടൈപ്പ്? ഇത്തിരി എന്ന് വെച്ചാൽ ഇപ്പൊ കണക്ക് നമുക്ക് അത്ര അറിയില്ല. വണ്ടി കമ്പനി ചെല്ലുന്നില്ലായിരിക്കും. 400 വണ്ടിയോളം ഓർഡർ ഉണ്ട് ഇന്ത്യയിൽ. ഇത് എത്ര ഉണ്ടെന്ന് തന്നെ ഒരു 10-25 ഉണ്ടാവും തോന്നുന്നു. പിന്നെ നിങ്ങളിങ്ങനെ ഓരോ സ്ഥലത്തൂടെ പോകുന്നോണ്ട് കമ്പനിയിൽ എപ്പോഴും ചെല്ലുന്നില്ലല്ലോ അല്ലേ? കമ്പനി കാണുന്നില്ല. ഞാൻ കാണുന്ന വെച്ചാല് ഞങ്ങള് ഒഡീസിയും ഹെവി ലിഫ്റ്റില്ല. ഇത് ഇങ്ങനത്തെ ഒന്നും വരാറില്ല. ഹെവി ലിഫ്റ്റ് ഇല്ല. ഇപ്പൊ ഹെവി ലിഫ്റ്റ് ഇപ്പൊ ഈ മറ്റേ കർവാറില്ലേ, കർവാർ അവിടെ ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഉണ്ട്. അവിടേക്കൊരു കറങ്ങണ ഒരു ഇതുണ്ട്. അതിന്റെ വീതി ഒരു 30 അടി വീതിയാണ്. പക്ഷെ തിക്നെസ് ഇല്ല. അപ്പൊ അത് നമ്മൾ കൊണ്ടുപോകുമ്പോ ഇങ്ങനെ ചെരിക്കുക മറക്കുക ചെയ്യാം. സ്ട്രേറ്റ് ആക്കാം. സ്ട്രേറ്റ് ചെയ്താൽ 30 അടി ഹൈറ്റായി. അപ്പൊ വയറൊക്കെ മുട്ടും. അപ്പൊ അതിങ്ങനെ ചെരിച്ച് വെക്കും. അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം ഈ ഡിസംബറിൽ പോകും. ശരി ചേട്ടാ. അതുപോലെ ഇത് ഒരു എഞ്ചിനല്ലേ? ഇതെന്തിനാ? പവർ പാക്ക് എന്ന് പറയുന്നത്. ഹൈഡ്രോളിക് സിസ്റ്റം കൺട്രോൾ ചെയ്യാനായിട്ട് ഹൈഡ്രോളിക് പമ്പാണത്. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ടയറൊക്കെ പഞ്ചറൊക്കെ കഴിഞ്ഞാൽ അതൊന്ന് ലോഡ് ഫ്രീ ആകാനായിട്ട് ഇതിൽ ഹൈഡ്രോളിക് കൊടുത്തു കഴിഞ്ഞാൽ പൊങ്ങും. പിന്നെ നമുക്ക് ചെറിയൊരു ജേക്ക് മറ്റേ കാറിന്റെ ജേക്ക് വെച്ചാൽ പൊങ്ങും. ശരി. അത്രേ ഉള്ളൂ. വലിയ ലോഡ് എടുക്കുകയല്ല. ശരി. അപ്പോൾ ഈ ടയറൊക്കെ പഞ്ചറായ ഈ ഇതാല് വേറെ ആൾക്കാരുണ്ടോ മാറാൻ? ഇല്ല, അവർ തന്നെ ചെയ്യും. നമ്മൾ വണ്ടി ഓടിച്ചാൽ മാത്രം മതി. നമ്മളൊന്നും ചെയ്യില്ല എന്ന് വെച്ചാല് പണ്ടൊക്കെ ചെയ്തിരുന്നു. പിന്നെ ചെയ്യാൻ ഇപ്പൊ ഇതില് ആള് കുറവാ. ഞാൻ പറഞ്ഞില്ല, ആൾക്കാരെ 8-10 ഹെൽപ്പറൊക്കെ ഉണ്ടാവാറുണ്ട്. ശരി. അതിലൊക്കെ എനിക്ക് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഞങ്ങൾക്ക് വലിയ വണ്ടിയിൽ പോകുമ്പോൾ ഹോട്ടൽ സെപ്പറേറ്റ് ഇതൊക്കെ തന്നിരുന്നു. ഇതിലൊന്നുമില്ല. അപ്പം നമ്മൾ വണ്ടി തന്നെ കിടക്കും. ശരിക്കും ചേട്ടാ, ഈ ടയറേ വളരെ ചെറിയ ടയറാണല്ലോ. ട്യൂബ്ലെസ് ആണോ? ട്യൂബ്ലെസ്. ഈ ടയറൊക്കെ പൊട്ടുകയൊക്കെ ചെയ്യുമോ? പൊട്ടും അല്ലേ? ഇപ്പൊ 10 ടയറാണ് മാറ്റിയത്. ശരി. 10 ടയർ മാറ്റി പറയുന്നത്. പിന്നെ ടയർ വലുത് ഇടാത്തതിന്റെ വേറൊരു കാര്യം കൊണ്ടുണ്ടായിരിക്കും. ഹൈറ്റ് കൂടുതലല്ലേ വണ്ടിക്ക് അല്ലേ? ഹൈറ്റ് കുറഞ്ഞ് നിൽക്കാൻ വേണ്ടിയാണ് ചെറിയ ടയർ തന്നെ ഇങ്ങനെ 8 ഒറ്റ ലൈനിൽ ഇട്ടേക്കുന്നത് അല്ലേ? പിന്നെ ഇത് വല്ല അണ്ടർ ബ്രിഡ്ജിന്റെ അടി കൂടെ പോകണമെങ്കിൽ റെയിൽവേ അണ്ടർ ബ്രിഡ്ജിന്റെ അടിയൊക്കെ പോകുമ്പോൾ ഇത് താഴ്ത്തും ഞങ്ങൾ. എങ്ങനെ താക്കും? ഇത് ഇനി താക്കാവോ? പൊക്കം കുറയ്ക്കാം. ആ ചേച്ചീസ് ടയർ മുട്ടുന്നതിനും താത്തല്ല. ശരി. ഇത് തള്ളാനുള്ള സംഭവം അല്ലേ? വലിക്കാൻ നേരം ഇത് ഊരി വെച്ചിട്ട് ഇത് പോന്നു. എന്നിട്ട് അതിലിട്ടിട്ട് കുഴയിലേക്ക് കയറ്റിയിടും. ഇതൊക്കെ ഭയങ്കര പവർഫുള്ളാ അല്ലേ? ചേസ് കണ്ടോ, ഇങ്ങ് വരെ കയറി നിൽക്കുക. കമ്പനി തന്നെ വരുന്നത്. എങ്ങനെ ഈ വണ്ടിക്ക് എന്നാ വില വരുമായിരിക്കും ഇതിന് മാത്രം? 1.25. പുതിയ വണ്ടിയാണോ? എന്നാ എത്ര പേർക്കുണ്ട്? 2.5 കൊല്ലമായി. ക്യാബിനൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഈ ഒരു ബെർത്തേ ഉള്ളൂ അല്ലേ? ഒരു ബെഡ് മാത്രം. ഒരാളെ ഇതിനകത്തുള്ളൂ. ഇപ്പോൾ AC ഉണ്ടോ അന്നേരം രാത്രിയിൽ? ഉണ്ടോ? അല്ല, വണ്ടി സ്റ്റാർട്ടാകാതെ സ്റ്റാർട്ട് ചെയ്താലോ? ഉണ്ട്. ഇതൊരെണ്ണം മേടിച്ചാലോ? ഇതിൽ നിന്നാണ് ഞങ്ങൾ ഓടിച്ചില്ല മറ്റേ പ്രൈം മൂവർ ട്രെയിലർ. അതിന്റെ സെയിം അല്ലേ ക്യാബിൻ? ഉള്ളൂ. ക്യാബിനൊക്കെ അതേ സെയിമാ. പക്ഷെ നമ്മത് പറഞ്ഞ് ബുക്ക് ചെയ്യുന്ന ഇവിടെ ഒരു സീറ്റും കൂടെ തരും. ബെർത്തോടെ കിട്ടും. അത് പറഞ്ഞ് ബുക്ക് ചെയ്യും.
ഞാൻ ഓടിക്കാനൊക്കെ നല്ല സുഖമല്ലേ? ഓടിക്കാൻ ഇത് ഓട്ടോമാറ്റിക്കാ, ക്ലച്ചൊന്നും ഇല്ല. നമ്മള് ഇത് എയറില്ലാണ്ട് ഇത് യൂസ് ചെയ്യാൻ പാടില്ല. പാടില്ല. ആ പിന്നെ ഇതിന് വോൾവോയ്ക്ക് ഇവിടെ ട്രെയിനിങ്ങിനൊക്കെ പോകണം അല്ലേ? ട്രെയിനിങ് വേണം. അപ്പോൾ കിളിപ്പോസ്റ്റ് ഉണ്ടോ? ശമ്പളം ഒന്നും തന്നില്ലേലും വേണ്ട, ചിലവ് തന്നാൽ മതി അല്ലേ? 2 കിളി റെഡിയാ. 2 കിളിയല്ലോ കേട്ടോ, ഒരാളേ ഉള്ളൂ. 2 കിളി വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം തറുമുറാവും. ഒരാളെ നമുക്ക് നാട്ടിലേക്ക് വണ്ടി ഓടുന്നത്ര ഓടണം. ആ പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇത് വല്ല 100 കിലോമീറ്റർ 150 കിലോമീറ്റർ ഒക്കെ ഓടുന്നേ. അപ്പം ഇപ്പൊ നമ്മള് കിളിയായിട്ട് വന്നാലും പണിയില്ല, ഇങ്ങനെ ചുമ്മാ ഇരിക്കണം കൂടുതൽ സമയം അല്ലേ? പണി വളരെ കുറവാ. അതുകൊണ്ട് മാസ സാലറി ആയിരിക്കും അല്ലേ? മാസ ശമ്പളം അല്ലേ? ആ അപ്പം മാസ ശമ്പളമാണ് 50,000-60,000 രൂപ അല്ലേ? അതിൽ കൂടുതലുണ്ടോ? 55. ചിലവ് തരുമോ? അതിൽ തന്നെ നമ്മളെടുക്കണം. ആ അപ്പം അത് സാലറി കുറവാണ്, പണി കുറവ് ആയതുകൊണ്ട് അല്ലേ? പണി കുറവല്ല. ആദ്യം എന്ന് വെച്ചാൽ അത് ഇനിയിപ്പോൾ എങ്ങനെ പറയാ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളിൽ പൈസയൊക്കെ വന്നിരുന്നു. നമ്മളിൽ പൈസ വരുന്നില്ല, ഓൺലൈൻ സിസ്റ്റം. അപ്പൊ നമുക്ക് വേറെ ഇതൊന്നുമില്ല, വേറെ പരിപാടിയൊന്നുമില്ല. ഇതാ ഒരു കാര്യം, ഇതിന് മൈലേജ് എത്ര കിട്ടും നോർമൽ എന്ന് പറഞ്ഞാൽ? ഒരു 100-200 ഈ വണ്ടിക്ക്. ഒരു ഈ പുളർ മാത്രം വേണമെങ്കിൽ 50 ലിറ്റർ ഉണ്ടെങ്കിൽ 100 കിലോമീറ്റർ പോകും. 2 കിലോമീറ്റർ കിട്ടും ഇത് മാത്രം. ഇപ്പൊ ലോഡ് വലിക്കുകയാണെങ്കിലോ? ലോഡ് വലിക്കുകയാണെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റ് ആവും. 100 കിലോമീറ്റർ ആണെങ്കിൽ 200 ലിറ്റർ പോകും. ഓ അത് ശരി. അപ്പം 100 അപ്പം 1/2 കിലോമീറ്റർ മൈലേജ്. പിന്നെ ലോഡ് കൂടുന്നതനുസരിച്ച് കുറഞ്ഞോണ്ടിരിക്കും. കൂടുന്ന വെച്ചാൽ ചിലപ്പോ 5 ലിറ്റർ ഒക്കെ 1 കിലോമീറ്റർ പോകും. ഓ 1 കിലോമീറ്റർ 5 ലിറ്റർ ഒക്കെ 1000 വലിക്കില്ലേ? അപ്പൊ 4.5. അത് ശരി. സ്കാനിയാണോ വോൾവോ ആണോ ഓടിക്കാൻ സുഖം? ഓടിക്കാൻ സുഖം എന്ന് വെച്ചാൽ സ്കാനിയാണ്. പക്ഷെ അതിനെന്താ വെച്ചാല് ക്ലച്ച് ഉണ്ട്, ഗിയർ ഉണ്ട്, ഓട്ടോമാറ്റിക് ആണ്, മാനുവലി ആണ്. പക്ഷെ ആ ക്ലച്ച് എന്ന് വെച്ചാൽ അത് നമ്മൾ വല്ല കയറ്റത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പൊന്തൂല. നിക്കാൻ പാടില്ല. നിർത്തി എടുക്കണം. നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലച്ച് പൊടുണ്ടല്ലോ, ക്ലച്ച് നമ്മ ഒരു 5 ഗ്രാം വെയിറ്റിംഗ് ക്ലച്ച് ഉണ്ടെങ്കിൽ ആക്സിലേറ്റർ ആവില്ല. ശരി. ക്ലച്ച് ഫുള്ള് വിട്ടാൽ മാത്രമേ ആവുള്ളൂ. ഓഫായി പോകും. അപ്പൊ ഈ കയറ്റം നിർത്തി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ എന്താ ചോദിച്ചാൽ ഇവിടുന്ന് കയറ്റം നമ്മൾ ഒരു കണക്കുണ്ട്, താഴേന്ന് ഗിയർ ഇട്ട് പോകും. എഞ്ചിൻ നിൽക്കൂല, എഞ്ചിൻ ഓഫ് ആവില്ല. കയറ്റം എത്ര വലിയ കയറ്റം. പിന്നെന്താണ്, ടയർ സ്ലിപ്പ് ആവും, കറങ്ങും. അത് 8 സിലിണ്ടറാ. 8 സിലിണ്ടർ. ഇത് 6 ആണ്. 6 സിലിണ്ടർ. അത് ശരി. അപ്പൊ ഇത് 500 HP, അപ്പൊ മറ്റേ 580. അത് ശരി. അപ്പൊ സ്കാനിയക്കാണോ ഇതിലും പവർ കൂടുതൽ? പക്ഷെ വെച്ചാൽ നമ്മളെ ഇന്ത്യൻ റോട്ടിൽ ഇതാണ് നല്ലത്, വോൾവോ നല്ലത്. ചേച്ചി ചെറുതാ, ചേച്ചി നീട്ടുണ്ട്. നീളമുണ്ടോ ഇതിൽ? ഇതിനേലും നീളുണ്ടായിരുന്നു. പിന്നെ വില അതിനാണോ ഇതിനാണോ കൂടുതൽ? വില സെയിം ഏകദേശം, വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ? പിന്നെ ഇത് എത്ര? 20,000 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ 2 വർഷം കൊണ്ട്. 2 വർഷം കൊണ്ട് ഒരു വർഷം ഒരു 1000 കിലോമീറ്റർ ഓടാനായിട്ട് 1 വർഷം അത്ര പോകുന്നുണ്ട്. 1 വർഷം കിലോമീറ്റർ ഒന്നും നോക്കണ്ട, വാടക വെച്ച് നോക്കിയാൽ നമ്മുടെ ഒരു 10-20 വണ്ടി മേടിക്കാനുള്ള വാടക കൂടി കാണും. അതൊന്നും ആയിരിക്കില്ല. പിന്നെ വഴി ഉണ്ടാക്കി പോകുന്നൊക്കെ പറഞ്ഞ കേട്ടില്ലേ? അപ്പം ക്യാബിനില്ലേ ഇതുണ്ടോ, ഇവിടെ ഗ്ലാസ് വെക്കാനുള്ള സംഭവം ഒക്കെ ഉണ്ട് കേട്ടോ കുറച്ച്. പക്ഷെ നമ്മുടെ ക്യാബിനകത്ത് ഇതിലും ഇടയുണ്ട്. എന്താണെന്നറിയോ, ആ ബെഡ് ഇങ്ങോട്ട് അതിങ്ങനെ പണിതേക്കുന്നുണ്ടോ കേട്ടോ. പിന്നെ ഇത് ഇച്ചിരി താന്നായിരിക്കുന്നത്. അതിൽ ഇവിടെ കിടക്കാൻ നല്ലത്, ഇവിടെ നല്ല പൊക്കോ. നല്ല പൊക്കോ. അതെ, ഏതൊക്കെയായാലും ചേട്ടനെ കണ്ടതാ. അപ്പം മലയാളി ചേട്ടനോ ആ ട്രെയിൻ സീറ്റേ കയറി ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാം. പിന്നെ ആഗ്രഹമല്ല നടക്കട്ടെ, ചേട്ടൻ ഡോർ തുറന്ന് കയറി ആഗ്രഹങ്ങൾ നടക്കട്ടെ. നീ മേടിക്കാൻ പറ്റിയില്ല, എൻ്റെ ട്രെയിൻ സീറ്റിലൊന്ന് കയറിയിരിക്കാതെ. നമ്മുടെ വണ്ടിയെ കയറുന്നതിലും പൊക്കമുണ്ട് കേട്ടോ. വണ്ടി ഇച്ചിരി ഹൈറ്റിലാന്ന് തോന്നുന്നു. അതെ, അതുകൊണ്ട് കുഴപ്പമില്ല, അടിപൊളി. അതും ഇതൊക്കെ ഒത്തിരി സ്വിച്ചുകൾ കാണുന്നുണ്ട്, അതൊക്കെ എന്നാന്ന് പോലും അറിയത്തില്ലല്ലോ. അതിൽ എളുപ്പം നമ്മുടെ വണ്ടി ഓടിക്കാനാ. എളുപ്പം അതായിരിക്കും. ഓടിക്കണ്ട, പതുക്കെ പോകണം കേട്ടോ. വലിയ സ്പീഡിൽ പോയല്ലോ, പതുക്കെ പോകണം. കുഴപ്പമില്ല, അടിപൊളി കേട്ടോ. ഇരിപ്പും സീറ്റിങ്ങും എല്ലാം നല്ല സെറ്റപ്പാണ്. ഡ്രൈവ് സീറ്റ് നമ്മുടെ പ്രൈമൂർ നമ്മുടെ ട്രെയിലറിൻ്റെ സെയിമാ. അതുപോലെ ഒന്ന് കുലുക്കി ഇങ്ങനെ ഉണ്ടോ. അതുകൊണ്ട് ഈ കുലുക്കമൊന്നും ഡ്രൈവർക്ക് അനുഭവപ്പെടുകയില്ല. സംഭവം കൊള്ളാം, സെറ്റപ്പാ കേട്ടോ. അപ്പം നമുക്ക് ഒരെണ്ണം എടുത്തേക്കാം. ഫോട്ടോ എടുക്കാം. അതാ പറഞ്ഞു ഫോട്ടോ എടുത്തേക്കാം. അതാ എളുപ്പം. ഏതാന്ന് പറഞ്ഞില്ല, എടുത്തേക്കാന്നല്ലേ പറഞ്ഞോളൂ. ഇങ്ങോട്ട് നോക്കിയൊന്ന്. അതെ, ഇതിങ്ങനെ
ചെറുതായിട്ടൊക്കെ വെട്ടിക്കുക. ഇത് വീഡിയോ ഓടിക്കുന്ന പോലെ ഒരു വീഡിയോ ആക്കി തരാമോ? അത് നമ്മുടെ എഡിറ്ററോട് എഡിറ്ററോട് ചോദിക്കണം അല്ലേ? അതെ, അതേ ഇരുന്നിട്ട് കാര്യമില്ല, ഇറങ്ങാം, അടുത്ത നമ്മുടെ പണിക്ക് പോവാം. പോയേക്കാം, അതെ, അല്ല പിന്നെ ലോഡ് മിസ്സാവും. അതെ, അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചു. അതെ അതെ അതെ, ഓടിച്ചില്ലെങ്കിലും ഇരിക്കാൻ പറ്റിയല്ലോ. അതെ, ഞങ്ങൾ ഇന്നാളെ ഓടിച്ചാ കുഴപ്പമില്ല. അതെ, ഞങ്ങൾ ഇന്നാളെ ഓടിച്ചില്ലേ? നിങ്ങൾ ഓടിച്ചേ പുള്ളറല്ലല്ലോ. ആ, പുള്ളറല്ല, അത് വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ചേട്ടാ, ഇതിനല്ലേ ട്രെയിലർ ലൈസൻസ് വേണ്ടത്? ഓടിക്കാൻ ഈ വണ്ടിക്കാണ് ട്രെയിലർ വണ്ടിക്ക് ട്രെയിലർ ലൈസൻസ് വേണ്ടല്ലോ. വേണ്ട, അതിന് നോർമൽ ഹെവി ലൈസൻസ് മതി ഇതൊക്കെ ഓടിക്കാൻ. അപ്പം ട്രെയിലറിന് ലൈസൻസ് വേണ്ട, ഇതേപോലെ വലിയ ഹെവി വണ്ടികൾ, ഇത്രയും ഈ പുള്ളർ പോലുള്ള വണ്ടികൾ ഓടിക്കാനാണ് വേണ്ടത്. ആണ്ടോ, ഫ്രണ്ടിലെ പോലെ തന്നെ പുറകിൽ ഇത് വലിക്കാനുള്ള സാധനം, ഇത് തള്ളാനും. പിന്നെ ഇതുണ്ട്, ബാക്കിയുള്ള ആൾക്കാർ ഇതേ മുകളിൽ കിടക്കും. ഇതിൻ്റെ മുകളിൽ താൽക്കാലികമായിട്ടൊരു വലിച്ച് ടെൻ്റ് അടിച്ചിട്ടുണ്ട്. അതെ, വേറെ കാര്യമുണ്ട്, തണുപ്പ് സമയത്ത് കിടക്കാൻ നല്ല സുഖമാണ്. വേനക്ക് നല്ല ചൂടായി, വലിയ പാടാ, ചൂടായിരിക്കും. പുള്ളറിൽ വന്നേക്കുന്ന 12 രൂപ ടയറാണ്. അതെ, നമ്മുടെ വണ്ടിയുടെ 1000 രൂപ ശരിക്കും, ഇത് 1220. ചേട്ടാ, ഇതിന്റെ സർവീസ് ഒക്കെ എങ്ങനെ കമ്പനി കൊണ്ടുപോകണോ അതോ അവർ വന്ന് ചെയ്യും? എവിടെയാണെങ്കിലും വണ്ടി കിടക്കുന്നിടത്ത് വന്ന് സർവീസ് ചെയ്യും. അതേ നടക്കുള്ളൂ. എങ്ങനെ കമ്പനി കൊണ്ടുപോകാൻ നടക്കുന്ന കാര്യമാണ്. ഡീസൽ ടാങ്ക് 2 എണ്ണം ഉണ്ട്, അപ്പുറം ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. ഇത് ഡീസൽ ടാങ്ക്. ഹാർഡ് ബ്ലൂ ടാങ്ക് വലുതാണല്ലോ, 100 ലിറ്ററാണെന്ന് തോന്നുന്നു അല്ലേ? ഹാർഡ് ബ്ലൂൻ്റെ ടാങ്ക്. അതേപോലെ തന്നെ ചേട്ടൻ നമ്മുടെ ഫാമിലി മെമ്പറൂടെ കേട്ടോ, അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. വീഡിയോ കാണുന്നതല്ലേ? അതിനല്ലേ, ചുമ്മാ ഇരിക്കുമ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ അല്ലേ? ഞങ്ങളാണെങ്കിൽ ഒരു ലോഡ് കയറ്റി കഴിഞ്ഞാലേ ഇത് എത്രയും പെട്ടെന്ന് കൊണ്ട് ഇറക്കണം എന്നുള്ള ഒരു ഇതാണ് നമുക്ക്. ഇങ്ങനെ കിടക്കുന്ന ഒരു ദിവസം പോലും കിടന്നുറങ്ങുന്ന വഴി കിടക്കുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്, വണ്ടി ഓടി എത്തുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പം ഇതിന് നല്ല ക്ഷമയും വേണം ഈ വണ്ടി കൊണ്ട് നടക്കണേ അല്ലേ? ക്ഷമ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പലപ്പോഴും ആദ്യമേ ചെയ്ത് ശീലിച്ചതിൻ്റെ വിഷയമില്ല, സ്ഥിരം ഇത് തന്നെ ആയതുകൊണ്ട് അതോട് അങ്ങ് ഒത്തുപോകും. നമ്മളിങ്ങനെ ഒരു ലോഡ് കയറ്റി പെട്ടെന്ന് അടുത്തുകൊണ്ട് ഇറക്കി അടുത്ത കയറ്റി അങ്ങനെ വരുന്നതുകൊണ്ട് ഇത് ഇങ്ങനെ കിടന്നുള്ള ഓട്ടം നമുക്ക് പറ്റിയല്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ വണ്ടി എടുക്കാൻ നമുക്ക് ഉദ്ദേശമില്ല. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത് വിട്ടിട്ട് പല ചെറിയ വണ്ടി പിടിക്കാന്ന്. എന്നാൽ പോലെ ഞങ്ങളവിടെ വരുന്നല്ലേ. ചെറിയ വണ്ടി എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അത്ര പ്രായം വേണ്ടാന്ന് വിചാരിക്കും, ഡ്രൈവിങ്ങനെ നിർത്താന്ന് വെച്ചാൽ പരിപാടി. പക്ഷെ വേറെ കാര്യമുണ്ട് ചേട്ടാ, ചെറിയ വണ്ടി പോകുമ്പോൾ ഇതുകൂടെ ഇച്ചിരൂടെ നമ്മളിപ്പോൾ ഇങ്ങനെ ഓടിയിട്ട് ആ വണ്ടി വന്ന് ഓടാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇതിൽ ഇച്ചിരൂടെ കഷ്ടപ്പാടുണ്ട്. ആ വണ്ടിയിൽ പടുത കെട്ടണം, കയറ് കെട്ടണം. പർദ്ദ കെട്ടാനായിട്ട് ആൾക്കാർ കിട്ടില്ലേ? അത് എല്ലായിടത്തും ഒന്നും കിട്ടില്ല. ചിലപ്പോൾ നമ്മൾ തന്നെ കെട്ടേണ്ടി വരും. ആളുണ്ടെങ്കിൽ ആളെ വെച്ച് നമുക്ക് കെട്ടാൻ കുഴപ്പമില്ല. ചില സ്ഥലങ്ങളിൽ ചെന്ന് ആരും കാണത്തില്ല, നമ്മൾ തന്നെ കെട്ടേണ്ടി വരും. പിന്നെ രാത്രിയും പകലും ഓടുക, 2 ഡ്രൈവറുണ്ട്, രാത്രിയും പകലും ഓടുക, കുറച്ച് ഉറക്കളച്ച് ഒക്കെ ഓടിക്കണം. അതൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അത് തന്നെ ചേട്ടൻ ഇത്രയും വർഷം ഇങ്ങനെയുള്ള ഒരു വണ്ടി ഓടിച്ചിട്ട് നാട്ടിപ്പുറമറ്റേ വരുമ്പം ബുദ്ധിമുട്ടാണ്. പിന്നെ അതും സിംഗിൾ ഡ്രൈവറൊക്കെ ഓടുന്ന പതുക്കെ ഓടുന്ന ലോഡുകളുണ്ട്, അങ്ങനെ ഓടുന്നതാലും കുഴപ്പമില്ല. പിന്നെ ഇത്രയും പൈസ ആദായം ഓടിയാൽ കിട്ടത്തൊന്നുമില്ല. പിന്നെ വലിയ വ്യത്യാസം ഇല്ല, അതിനടുപ്പിച്ചൊക്കെ കിട്ടും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതായാലിപ്പോൾ ടയർ പഞ്ചറായ ചേട്ടൻ അവിടെ ഇരുന്നാൽ മതി. അതായാലിപ്പോൾ 2 പേരേ ഉള്ളൂ, നമ്മൾ 2 കൂടെ ടയർ മാറണം. അങ്ങനെയൊക്കെ പണിയൊക്കെ ഇച്ചിരി കൂടുതലുണ്ട്. പക്ഷേ ഒരു മാസത്തിലൊന്നോ അല്ലെ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വീട്ടിൽ പോകാം. നാട്ടിൽ കൂടെ ആണല്ലോ ഓടുന്നത്, ഇങ്ങനല്ലല്ലോ. സാധാരണ ഇത് ചേട്ടൻ എത്ര നാൾ കൂടുമ്പോൾ പോകും? ഞാനൊരു 6 മാസം. 6 മാസം കൂടുമ്പോൾ വീട്ടിൽ പോകും. അന്നേരം 1 മാസമൊക്കെ ലീവ് എടുക്കും? 1 മാസമല്ല, പിന്നെ ഒരു വിളിക്കുന്നവരവിടെ പോകും. ഓ, അത് ശരി. അടുത്ത ലോഡായി വരുന്നിടം വരെ വീട്ടിൽ അവിടെ ആള് കുറയുമ്പോഴേ വരുള്ളൂ. ഇപ്പൊ ലീവ് കൂടുതലും വർക്ക് കുറവാണ്. അതാ പറഞ്ഞേ. അതുകൊണ്ട് ഇനിയിപ്പോൾ അതാ നല്ലത്. അപ്പം മറ്റേ ചെറുവണ്ടിയെ പോകുന്നതിലുവേ ഇപ്പോൾ ഈ കൊല്ലത്തിൽ തന്നെ 5 മാസം ലീവ് കഴിഞ്ഞു. 5 മാസം ലീവ് വരുന്നോ? അപ്പോൾ ശമ്പളം കിട്ടുമോ? അപ്പം പിന്നെ അങ്ങനെ ശരിയാണ്. വീട്ടിലൊത്തിരി ശരി. 5 മാസം ലീവ് എടുത്തിട്ട് ഇപ്പോൾ വന്നത്? അല്ല, ഇപ്പം 3 മാസം. 100 ദിവസം. 100 ദിവസം കഴിഞ്ഞിട്ടാണ് മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച എത്തിയത്. അപ്പം നമുക്ക് ആ ലീവ് എടുക്കുമ്പോൾ സാലറി ഇല്ലല്ലേ? ഇല്ല. അല്ല, നമ്മൾ വണ്ടി ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു, ഹെവി ലോഡാണ്. അപ്പോൾ നമ്മൾ 10 ദിവസം പോയിട്ടുണ്ടെങ്കിൽ അതിന് സാലറി ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ കുഴപ്പമില്ല, എന്തുകൊണ്ട് ഇത് തന്നെയാണല്ലേ. അപ്പം ചേട്ടനെ കണ്ടുകൊണ്ട് കുറേ അറിവുകൾ കിട്ടി. അപ്പം ഇനി എവിടെയെങ്കിലും വെച്ചൊക്കെ നമുക്ക് കാണാം. പിന്നെ നമ്മുടെ നാട്ടിൽ കൂടെ ഒക്കെ വരികയാണെങ്കിൽ അപ്പം നമുക്ക് ഇനി വരുമ്പം എവിടെയാണെന്ന് അറിയാലോ. ഞങ്ങൾ ശരിക്കും ഇന്നലെ രാത്രി ഈ വണ്ടി കണ്ടെന്നേ. അത് കറക്റ്റ് ചെയ്ത് ആവേ തന്നെ നമ്മൾ വണ്ടി കൊണ്ട് നിർത്തുകയും ചെയ്ത് ചേട്ടനും കൊടുക്കണമായിരുന്നു. ഞങ്ങൾ കുറച്ച് അപ്പുറം വെച്ച് കണ്ടതാ. അന്നേരം ഞാനത് പറയുകയും ചെയ്ത് ഇത് കാറ്റാടിയുടെ മെഷീനാണെന്നൊക്കെ പറയുകയും ചെയ്താ. അപ്പം ശരി. അപ്പം ഇനിയും എവിടെയെങ്കിലും വെച്ചൊക്കെ നമുക്ക് കാണാം. ഓക്കെ, പോയേക്കാം. ഇല്ലേ, നമ്മുടെ പണി നടക്കുകയല്ലേ? അതെ.
അതെ, ആ വണ്ടിയുടെ ഏറ്റവും വലിയൊരു പോരായ്മ എന്നാന്ന് പറയാമോ? ആൾട്ടാകുന്നാണോ? ഡ്രൈവിംഗ് ആസ്വദിച്ച് വണ്ടി ഓടിക്കാൻ പറ്റിയ അത് പറ്റിയല്ല. അപ്പോൾ നമ്മൾ ചാക്കൺ കഴിഞ്ഞ് സിക്രാപ്പൂർ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സിക്രാപ്പൂർ നേരെ അവിടുന്ന് വേണം നമുക്ക് ലെഫ്റ്റ് തിരിയാൻ. ഏറ്റവും താഴെ എന്നാ എഴുതിയേക്കുന്നത്? ചോപ്ല സ്ഥലപ്പേരാന്ന് തോന്നുന്നു. സ്ഥലപ്പേരാ പിന്നല്ലേ? കേട്ടിട്ടില്ല. കേട്ടില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. ആണോ? പുത്തേ ട്രാവലോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സിക്രാപ്പൂരെത്തി. റൈറ്റിലേക്ക് വാഗോളി, ലെഫ്റ്റിലേക്ക് ഷിരൂർ. വാഗോളി ഓർക്കുന്നുണ്ടോ? നമ്മൾ സ്ഥിരം പെട്ടിപ്പല ഇറക്കിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അത് ഓർക്കുന്നുണ്ട്. ആ, പൂനെയിൽ. അതെ, പൂനെ എന്ന് നഗർ റോഡിൽ കൊണ്ട് ഇറക്കുന്ന ഓർക്കുന്നുണ്ടോ? ആ. അപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ പൂനെ, ലെഫ്റ്റിലേക്ക് പോയാൽ ഔറംഗാബാദ്. അതായത് പൂനെ ഔറംഗാബാദ് റോഡിലാണ് നമ്മൾ വന്ന് കയറിയേക്കുന്നത്. നമുക്ക് ലെഫ്റ്റിലേക്ക് പോകണം. പൂനെക്കും ഔറംഗാബാദിനും ഇടയ്ക്കാണ് അഹമ്മദ്നഗർ. ഇപ്പം അഹല്യാനഗർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, പുതിയ പേര്. എൻ്റെ ലോറി ലൈഫിൻ്റെ ആരംഭം പൂനെയിൽ നിന്നായിരുന്നു. അത് കുറേ കഥകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മിക്കവർക്കും അറിയായിരിക്കും. അതിലുപരി ആദ്യമായിട്ട് പോകുന്ന പൂനെ ഔറംഗാബാദ് റൂട്ടിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ റോഡുകളും സ്ഥലങ്ങളൊന്നും ഒരിക്കലും മറക്കുകയില്ല. അപ്പം ലോറിപ്പണിയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച ആശാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഇതിലേ അങ്ങ് പോവാം. നേരിലേക്ക് പോവാം. ആ, സിക്രാപ്പൂർ. പക്ഷേ അങ്ങനെ ഒരു ആശാൻ ഇല്ല കേട്ടോ. അതായത് നമ്മൾ പൂനെയിൽ ആദ്യമായിട്ട് വരുമ്പം ഞാനൊരു 407 വരെയൊക്കെ ഓടിച്ചിട്ടുള്ളൂ. അപ്പം ഇങ്ങോട്ട് വരാനുണ്ടായ സാഹചര്യമൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഒന്നുകൂടെ പറഞ്ഞേക്കാം, ഇനി അത് കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട്. ആദ്യമായിട്ട് 98 മാർച്ചിലാണ് പൂനെക്ക് വരുന്നത്. അപ്പം പപ്പായുടെ പെങ്ങടെ മകളെ ഹസ്ബൻഡിന് ഇവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വേറെ ട്രക്ക്. അന്ന് ട്രക്ക് എന്ന് പറയും, നമ്മൾ ട്രക്ക് എന്ന് പറയുമ്പോൾ എന്നാ നമുക്ക് അന്ന് നമ്മൾ ട്രക്ക് എന്ന് കേൾക്കുമ്പോൾ വലിയതാണ്ട് സാധനമാണെന്ന് ഓർത്താ ഇരിക്കുന്നത്. ഇപ്പൊ ഇതുപോലെ ഈ പിള്ളേർ പോലെ എന്തോ ആണെന്ന് ഓർത്തോണ്ടിരുന്നത്. അപ്പോൾ ആ വണ്ടി വേറെ 2 പേരും കൂടെ ഒക്കെ കൂടി ഷെയർ ആയിട്ടായിരുന്നു വാങ്ങിയിരുന്നത്. അപ്പോൾ അതങ്ങനെ ഓടിയിട്ടൊന്നും വലിയ ഗുണമൊന്നുമില്ലായിരുന്നു. അപ്പം എന്നോട് ഈ വണ്ടിയിൽ പോകാവോ, വണ്ടി ഓടിക്കാവോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ പൂനെക്ക് വരുന്നത്. അപ്പോൾ ഈ ആളിൻ്റെ പേര് പറയാത്ത ആൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ആളിനെ പറയാത്തത്. അപ്പം അങ്ങനെ വന്ന് ആ വണ്ടിയിൽ ആദ്യമായിട്ട്, അതായത് ഒരു 6 വീൽ വണ്ടിയാണ്, ലൈലൻ്റെ 91 മോഡൽ വണ്ടിയാണ്. 5111 വണ്ടി നമ്പർ. അതെ, എക്കോൺ അക്ര. അതെ, അത് ഈ നാക്കലും ചെക്കോസിലും ഒക്കെ പോയി പറഞ്ഞ മറാഠി പഠിച്ചത്. അത് എല്ലാ നാക്കലും എസ്കോട്ടും ഒക്കെ ഉണ്ടല്ലോ. അവിടെ ചെന്ന് വണ്ടി നമ്പരും എവിടുന്ന് എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ പറയണം. അപ്പം MH04C എക്കോൺ അക്ര, അത് മറാഠിയിലാണ് എക്കോൺ അക്ര എന്ന് പറയുന്നത്. അതേ അറിയത്തുള്ളൂ കേട്ടോ, വേറെ മറാഠി ഒന്നും അറിയത്തില്ല. അത്യാവശ്യം കേട്ടാ മനസ്സിലാവും കുറച്ചൊക്കെ. അതെ, മനസ്സിലാകും കുറേച്ചെ. ആ, അപ്പം ആദ്യമായിട്ട് വന്ന് അപ്പം അളിയൻ ഇവിടെ MRFിലായിരുന്നു ജോലി. MRFിൻ്റെ ഒരു ഗോഡൗൺ ഉണ്ട്, വടക്കി എന്ന സ്ഥലം, ഹഡപ്സറിൽ നിന്ന് നമ്മൾ ഓൾഡ് പൂനെ സത്താറ റോഡിൽ. അപ്പോൾ അവിടെ ജോലി ചെയ്യുമ്പോഴാണ് ഈ വണ്ടി ഇങ്ങനെ എടുക്കുകയും അപ്പോൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തത്. അപ്പം അങ്ങനെ ഇവിടെ വന്നു കഴിയുമ്പോൾ ആദ്യം ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് 407 വരെയുള്ള വണ്ടികളൊക്കെ ഓടിച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഒരു അന്ന് അന്യാർതൊളിലായിരുന്നു ഞാൻ, എരുമേലിലാണ് താമസിക്കുന്നത്. അപ്പം ജീപ്പ് അവിടെ കുറച്ച് കാലം കിടന്ന് ഓടി. ആ ഒരു സമയത്താണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം അവിടെ ഒരു ജോഹി ചേട്ടൻ ഉണ്ടായിരുന്നു. അതായത് അന്നത്തെ ഒരു നമ്മുടെ SC ലോറി ഉണ്ടായിരുന്നേ, ലോഡൊക്കെ കയറ്റുന്നത്. അതായത് അവിടെ ഒരു തമ്പിസാറിൻ്റെ വണ്ടി ഉണ്ടായിരുന്നു, ഒരു കോൺട്രാക്ടർ. അപ്പം പാറമടയൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ വണ്ടി നമ്പർ 3306 KRK ആണെന്ന് തോന്നുന്നു. KRK 3306 എനിക്ക് തോന്നുന്നത്. SC ലോറി ജോയി ചേട്ടനല്ലേ പുള്ളിയമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ജോയി ചേട്ടനോട് ഞാൻ പറഞ്ഞു, ജോയി ചേട്ടൻ എനിക്ക് ഇതുപോലെ പൂനെക്ക് പോകണം, ലോറി ഓടിക്കണം. അപ്പൊ ഞാൻ ഇത് ഓടിച്ചിട്ടില്ല, ഇതൊന്ന് ഓടിക്കാൻ തരണമെന്ന് പറഞ്ഞു. അപ്പം ജോയി ചേട്ടൻ എനിക്കൊന്ന് ബാലഗ്രാമിൽ നിന്ന് ഇങ്ങോട്ട് പുളിയമ്മലേക്ക് വരുന്നത് ഒരിടത്ത് ലോഡ് ഇറക്കി വെച്ച് എന്നെ വിളിച്ചാൽ പോകണമെന്നില്ല, ഇന്ന സമയത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ലോഡ് ഇറക്കി വെച്ച് കാലി വണ്ടി കുറച്ചങ്ങനെ ഓടിച്ചു, ഒരു ചെറിയൊരു എക്സ്പീരിയൻസിന് വേണ്ടി. അപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവിടെ ജീപ്പ് ഓടിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ, ജീപ്പ് ടാക്സി ഓടുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ടാറ്റയുടെ SC ലോറിയൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് നേരെ ജയന്തി ജനത കയറി പൂനെ വന്നിറങ്ങി. മെയിൻ ഡ്രൈവറായല്ലേ? മെയിൻ ഡ്രൈവർ ആകുന്നില്ല, വന്ന കട പറയട്ടെ, അന്നേരം തോക്കി കയറി വെടി വെക്കില്ല. അങ്ങനെ വന്ന് അപ്പം അളിയൻ പറഞ്ഞു, ഈ വണ്ടി ഇന്നപോലെ വേറെ 2 പേര് പാർട്ണർമാരുണ്ട്, അപ്പം ഞാൻ കുറേ പൈസ ഒക്കെ മുടക്കിയിട്ട് എനിക്കിതുകൊണ്ടൊന്നും കിട്ടുന്നില്ല,
അപ്പോൾ ഈ വണ്ടി നമുക്ക് അവരെ ഒഴിവാക്കി നമുക്ക് എടുക്കണം, നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം നമ്മളാണെങ്കിൽ ലോറി ഓടിക്കണമെന്ന മോഹവുമായി നടക്കുന്ന കാലമായത്, നടക്കുന്ന ഒരു കാലം. ഓടിക്കണമെന്നല്ല, ശരിക്കും ലോറിയെ കിളിയായിട്ടെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കാലമാണ്. എന്നാന്ന് വെച്ചാൽ വണ്ടിയോടുള്ള താല്പര്യവും അതേപോലെ തന്നെ ഈ സ്ഥലങ്ങൾ കാണാനുള്ള ഒരു താല്പര്യവും. ഡ്രൈവറായിട്ട് പോകണമെന്നല്ല, കിളിയായിട്ട് പോകണമെന്ന് പറഞ്ഞായിരിക്കുന്നത് അന്നേരം. എന്ന് പറഞ്ഞാൽ അതിനുള്ള വലിപ്പമൊക്കെ ഉള്ളു, ഇത് ഓടിക്കാനൊന്നും പറ്റിയാലെന്നൊക്കെ നമ്മൾ ഓർക്കുന്നേ, അറിയത്തില്ലോ. അപ്പോൾ അന്ന് ഈ MRFന്റെ ഗോഡൗണിൽ നിന്ന് ടയറ് ഔറംഗാബാദില്ല വാളൂജ് എന്ന് പറയും, ഔറംഗാബാദിന് പുറയിൽ ആ വാളൂജിലേക്ക് ബജാജിൻ്റെ കമ്പനിയിലേക്ക് ഈ ഓട്ടോറിക്ഷയുടെയും സ്കൂട്ടറിൻ്റെ ഒക്കെ ടയറും പിന്നെ ടാറ്റയുടെ കമ്പനിയിലേക്ക് 1000 രൂപ ടയർ, ലോറിക്കുള്ള ടയറും. അത് ഇവിടെ ആണല്ലോ നമ്മുടെ പിമ്പരി ചിഞ്ചുവാട സൈഡാ, അതാണ് പൊക്കോണ്ടിരുന്നത്. അതിലോട് ആദ്യം പോയത് അവിടുന്ന് ടാറ്റയുടെ കമ്പനിയിലേക്ക് 1000 രൂപ ടയർ കയറ്റിയിട്ട്. അപ്പം ഗോഡൗണിൽ നിന്ന് ലോഡൊക്കെ കയറ്റി നിന്ന് ആദ്യം ഞാൻ അവിടെ ചെന്നു. ഏതായാലും 1000 രൂപ ടയർ, ഒരു ലോഡ് ടയർ, എനിക്ക് തോന്നുന്നു 100 ടയർ എങ്ങാണ്ട് അതേ കയറുന്നതെന്ന് തോന്നുന്നു. അതും കൊണ്ട് നേരെ ഈ ടാറ്റയുടെ കമ്പനിയിൽ, പൂനെയിലെ ടാറ്റയുടെ കമ്പനിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് മലയാളവും തമിഴും അല്ലാതെ ഒന്നും അറിയത്തില്ല. ഹിന്ദിയൊക്കെ അറ്റപ്പറ്റയൊക്കെ ശൈലിച്ചൊക്കെ കേട്ടാൽ ശകലമൊക്കെ മനസ്സിലാവും, എന്നാൽ പോലും വലിയ ഇതില്ല. അപ്പം 22 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ അന്ന്. അങ്ങനെ ഈ ലോഡും കയറ്റി. അന്ന് അതിലുള്ള ഡ്രൈവർ UP കാരനായ ഉപാധ്യ എന്ന് പറഞ്ഞ് പ്രായമുള്ള ഒരാളാണ്. ഉപാധ്യ കാര്യം ഈ വടക്കിൽ നിന്ന് കയറ്റിയിട്ട് അവിടെ വരെ ഒരു, എനിക്ക് തോന്നുന്ന ഒരു 10-60 കിലോമീറ്റർ താഴെ ഉള്ളൂ ദൂരം. അപ്പം വൈകുന്നേരം ലോഡ് കയറ്റി, ഒരു ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ ലോഡ് കയറ്റി. എന്നിട്ട് അവിടുന്ന് ഞാനും ലോറിയെ കയറി ഈ ഉപാധ്യയെ ഞാനും കൂടെ വരിക. അപ്പോൾ ഒന്നും അറിയത്തില്ല, പുള്ളിക്ക് ഹിന്ദി അറിയത്തുള്ളൂ. ഈ അവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ സന്ധ്യയായി. അപ്പം ഈ ഗോർപ്പടി കൊണ്ട് വണ്ടി ഇട്ടു. അപ്പം ഞാനും പുള്ളി ഇങ്ങനെ എനിക്ക് ഭാഷ അറിയത്തില്ലാത്തതുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ല. ഞാൻ മലയാളത്തിൽ ചോദിച്ചാൽ പുള്ളിക്ക് വല്ലതും അറിയോ? മലയാളമല്ല, അന്നേരം നമുക്ക് വേറെ ഭാഷ തമിഴിൽ അറിയത്തുള്ളൂ, തമിഴാണ് പറയുന്നത്. എന്നിട്ട് പുള്ളിക്ക് ഒന്നും മനസ്സിലാകുന്നുമില്ല. അങ്ങനെ ഇങ്ങനെ വണ്ടിയിലിരിക്കുക കുറേ നേരം പാളിയാൻ വരാൻ വേണ്ടിയിട്ട്. അവിടേക്കേ വൈകുന്നേരം ആയപ്പോഴത്തേനും കൊതുക്, ഭയങ്കര കൊതുക്. എന്നെ അങ്ങനെ കൊതുക് കടിക്കല, എന്നാലും ഈ കൊതുക് കാരണം വന്ന് കടിക്കുമ്പോഴത്തേനും നമ്മളിങ്ങനെ ഓടിച്ചു വിടുമല്ലോ. ഉടനെ ഈ ഉപാധ്യ പറഞ്ഞു മച്ചർ. ആദ്യം പഠിച്ച ഭാഷ ഹിന്ദിയിൽ. അപ്പൊ ഇത് കൊതുകാണെന്ന് എനിക്ക് മനസ്സിലായി. മച്ചർ ആദ്യം പഠിച്ചത് ആ ഒരു വാക്കാണ്. സ്കൂളിൽ പഠിച്ച വേറെ, അതല്ല ഞാൻ പറഞ്ഞ. ഇങ്ങനെ വന്നിട്ട് അത് കഴിഞ്ഞ് അവിടുന്ന് അളിയനൊക്കെ വന്നു. അത് ഞങ്ങൾ പോയി ഈ ടാറ്റയുടെ കുറച്ച് ഇപ്പുറം ഒരിടത്ത് ഒതുക്കിയിട്ട് കിടന്നു. അവിടെ രാവിലെ അങ്ങ് ചെന്നാൽ മതി, ഇത്രയും ദൂരമല്ലേ ഉള്ളൂ, പെട്ടെന്ന് വണ്ടി ഇല്ലേ. എന്നിട്ട് രാവിലെ വണ്ടി എടുത്തു. രാവിലെ കൊണ്ട് ടാറ്റയുടെ ഗേറ്റിന്റെ അവിടെ കൊണ്ട് നിർത്തി. ഈ ടാറ്റ എന്നല്ല, ഈ വലിയ കമ്പനികളിൽ എവിടെ പോയാലും വണ്ടി വെളിയിലിട്ടിട്ട് ആദ്യം ഗേറ്റിന്റെ അവിടെ എൻട്രി ചെയ്യണം. പിന്നെ അകത്ത് പോയി ടയറും കൊണ്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. അകത്ത് പോയി എൻട്രി ചെയ്യണം. പിന്നെ ചെറിയ ടയറൊക്കെ ആണെങ്കിൽ അത് നമ്മൾ എടുത്തുകൊണ്ട് പോകണം ഓരോ ഓഫീസറുടെ മുന്നേ കൂടെ. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ സൈൻ മേടിച്ച് വേണം ഇങ്ങനെ പോകാൻ. ഭയങ്കര താമസം തന്നെയല്ല, ഒരുപാട് സമയം എടുക്കും. ഇപ്പൊ ഞങ്ങൾ ഈ ഗേറ്റിൽ എൻട്രി ചെയ്യാൻ പുള്ളി ഇതെല്ലാം പുള്ളി പോകുന്നുണ്ട്, ഞാൻ വണ്ടി ഇരിക്കുക. അതെ, നിങ്ങൾ അന്നേരം എന്നാ ടയറുമായിട്ടാ പോയത്? അല്ല, ഇത് ടാറ്റയുടെ ടയർ എടുത്തോണ്ട് പോകണ്ട. അതെന്നു വെച്ചാൽ ഇത് വലിയ ടയർ, അത് വേണ്ട. ബജാജിൽ ചെല്ലുമ്പം 5 ടയർ വെച്ചിട്ടുള്ള ബണ്ടിലായത്, ചെറിയ ടയറില്ലേ. ഓട്ടോറിക്ഷയുടെ ഉണ്ട്, മറ്റേ ചെറിയ സ്കൂട്ടറിന്റെ ഉണ്ട്, അങ്ങനെ. അപ്പൊ അത് ആ ഒരു ബണ്ടിൽ നമ്മൾ എടുത്തുകൊണ്ട് അവരെ കാണിക്കണം. ആ ഒരു ബണ്ടിൽ എടുത്തോണ്ടാ പോകുന്നത്. അതൊരു സാമ്പിൾ ബണ്ടിൽ നമുക്ക് വേറെ വണ്ടിയെ തരും. അതുണ്ടല്ലോ, അത് പറഞ്ഞില്ലെങ്കിൽ 1000 രൂപ. അല്ല, പിള്ളാച്ചൻ കള്ളം പറയാന്ന് പറയും. ടയർ എടുത്തോണ്ട് പോണോന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോയത് ലോറിയുടെ ടയർ. ഞാൻ അന്നേരം ആലോചിക്കും ഈ ടയർ എങ്ങനെ എടുത്തോണ്ട് പോകുന്നതെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഒരു 8-9 മണി ആയപ്പോഴത്തേക്കും എനിക്കങ്ങ് വിശന്നിട്ട് ഒരു രക്ഷയില്ല. രാവിലെ എന്നാ പറയാ, ഇവിടെയെങ്കിലും കടയില്ല നോക്കിയിട്ട്. അതല്ല, ഇവിടെ സ്വാഭാവികമായിട്ടും ഇവര് നല്ലപോലെ രാവിലെ വല്ല വടാപ്പാവ് എന്നാലും ചെറിയതായിട്ടല്ലേ കഴിക്കുള്ളൂ. എന്നിട്ട് 12 മണി കഴിഞ്ഞിട്ടേ നല്ലപോലെ കഴിക്കുള്ളൂ. അപ്പൊ അന്നേരം കടകളൊക്കെ ഉള്ളൂ. അപ്പൊ എനിക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പം ഞാൻ ഈ ഉപാധ്യയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു എന്നാന്നാ പറയുന്നത്, ഇങ്ങനെയൊക്കെ കാണിച്ചു, വിശക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ്. പുള്ളി എന്നെ വിളിച്ചോണ്ട് പോയി. ഒരു ചായക്കട കൊണ്ടുവന്ന് ചായ മേടിച്ചു. ചായയും അവിടെ വേറെ ഒക്കെ സാധനമുണ്ട്. ഇത് എന്നാന്ന് പോലും അറിയത്തില്ലല്ലോ, ഇത് എന്നാ കഴിക്കാൻ മേടിക്കുന്നു. എന്നാൽ നമ്മള് കേരളവും തമിഴ്നാട് വരല്ലാതെ വേറെ ഒരിടത്തും പോയിട്ടില്ല, ബാംഗ്ലൂരിന് പോലും പോയിട്ടില്ല. അപ്പോഴത്തേക്ക് ഇത് എന്നാ പറയണമെന്ന് ഒരു രക്ഷയില്ല. പുള്ളി ആദ്യം ഇതൊക്കെയല്ല, ഇവിടെ ഇപ്പൊ ഇതൊക്കെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ചായ മേടിച്ചു. പിന്നെ ക്രീം റോൾ ഇല്ലേ, കണ്ടില്ലേ ഇവിടെ ഇരിക്കുന്നത്, ഒരു ക്രീം റോളും മേടിച്ചു തന്നു. ആ തൽക്കാലം അത് കഴിച്ചു. കുറെ കഴിഞ്ഞ് പിന്നെയും വിശപ്പ്. അപ്പം വണ്ടി ഞങ്ങളെ അകത്ത് കയറ്റി ഇട്ടു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ
വിശക്കാന്ന് പറയും. പിന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞു ഇങ്ങനെ കാണിച്ചു. എന്നിട്ട് അന്നേരത്തിനൊരു 12 മണിയായി. പുള്ളി എന്നെ കൊണ്ട് വീണ്ടും വെളിയിൽ ഇറങ്ങി വന്ന് അവിടെ ഒരു കടയിൽ പോയി. അന്നാണ് തന്തൂരി റൊട്ടി ആദ്യമായിട്ട് കാണുന്നത്. ഈ സാധനം മേടിച്ചു തന്നു. ഇതും പിന്നെ കറി എന്നാന്നൊക്കെ എന്നാ പറയുന്നത്, എന്തോ കറിയും മേടിച്ച് കഴിച്ചു. എന്നിട്ടും ഒന്നും മനസ്സിലാവുന്നൊന്നും ഇല്ല പറയുന്നതൊന്നും. എന്നിട്ട് അവിടെ ലോഡ് ഇറക്കി. അപ്പൊ എനിക്കാണെങ്കിൽ ഇത് ഓടിക്കാൻ ഭയങ്കര കൊതിയാ. ഇത് പുള്ളി തരുന്നില്ലല്ലോ, ഓടും വെച്ച് തരുവോ? അതിൽ ടൗണിൽ കൂടെ അല്ലേ പോകുന്നത്. അന്ന് ഈ എസ്കോട്ട് ഒക്കെ ഉണ്ട്. അഡപ്സറിലൊരു എസ്കോട്ടിനൊക്കെ ഉണ്ട്. അയ്യോ അവിടെ കൊണ്ടുപോയിട്ട് ഈ തിരക്കും ഇതിനിടയ്ക്ക് അതോ ഈ നാക്കയിലെ റോഡെല്ലാം പൊട്ടി പൊളിഞ്ഞ് നാശമായി. പിന്നെ അവിടെ എല്ലാം ദാദാഗിരിയാ ഈ നാക്കയിലെല്ലാം. അപ്പം അങ്ങനെയൊക്കെ വന്ന് കുറെ സമയം എടുക്കും ഇവിടെ വരാൻ. എന്നാണല്ലോ അത് കഴിഞ്ഞേച്ച് ഞാന് അവിടെ ലോഡൊക്കെ ഇറക്കി വണ്ടിക്ക് പോരുക. എനിക്കാണെങ്കിൽ ഇത് ഓടിക്കാഞ്ഞിട്ട് ഭയങ്കര വിഷമം. പുള്ളി ഇവിടെ തരുന്നുമില്ല. അപ്പോഴത്തേക്ക് തിരിച്ച് അടുത്ത ലോഡ് കേട്ടാൻ പോവാ. തിരിച്ച് ഈ ഗോഡൗണിലേക്ക് തന്നെ പോവാ, ഇറക്കിയിട്ട് കാലി പോരുക. അപ്പൊ ഈ അഡപ്സറൊക്കെ കഴിഞ്ഞിട്ട് ഈ വടക്കി വരെയുള്ള ദൂരം വലിയ തിരക്കില്ലാത്ത വഴിയാ. അങ്ങോട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു വണ്ടി നിർത്തുന്നു പറഞ്ഞു. പുള്ളി കൊണ്ട് നിർത്തത്തില്ല. പിന്നെ പറഞ്ഞ് നിർബന്ധിച്ചു പുള്ളിയെ കൊണ്ട് വണ്ടി അവിടെ നിർത്തിച്ചു. എന്നിട്ട് ഞാൻ കയറി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു. അയ്യോ അന്നത്തെ ഒരു സന്തോഷം എന്ന് പറഞ്ഞുണ്ടല്ലോ. അപ്പം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു. ഒരു ഗോഡൗണിലേക്ക് ഇറങ്ങുന്ന ഇങ്ങനെ ചെറിയൊരു വഴി അവിടെ ഒന്നും പുള്ളി എനിക്ക് തന്നില്ല. അതിന് മുമ്പ് ആ മെയിൻ റോഡ് തീരുന്നിടത്തേനും ഇവിടെ നിർത്തിക്കോളാൻ പറഞ്ഞു, മതിയെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിർത്തി. ഡബിൾ ക്ലച്ച് വണ്ടി കേട്ടോ, അത് പ്രത്യേകം പറയണം. അത് അവിടെ നിർത്തി. പിന്നെ ഇറങ്ങി പുള്ളി എടുത്ത് ഓടിച്ചു. ഡബിൾ ക്ലച്ച് എന്ന് പറഞ്ഞാൽ അന്നുള്ള വണ്ടിക്ക് അറിയാലോ. അതായത് ഒന്ന് ക്ലച്ച് ചവിട്ടുമ്പം ഗിയറിൽ നിന്ന് ന്യൂട്രൽ ആക്കിയിട്ട് രണ്ടാമത്തെ ക്ലച്ച് ചവിട്ടിട്ട് അടുത്ത ഗിയറിലേക്ക് ഇടാൻ പാടുള്ളൂ. ഇല്ലാതല്ല ഈ ഗിയർ വീഴുകയല്ല. 2 പ്രാവശ്യം ചവിട്ടിട്ട് ഇടാൻ പറ്റും. ഒറ്റ ചവിട്ടിന് നമ്മൾ കാറിന് ഇടുന്ന പോലെ ഇട്ടാൽ ഈ വണ്ടിക്കൊക്കെ ഇപ്പൊ ടച്ച് വണ്ടി 2003 കൊണ്ട് തീർന്നു. പിന്നുള്ള എല്ലാം സിംഗിൾ ക്ലച്ച് വണ്ടിയാ. അപ്പം അതൊരു പ്രത്യേക ബാലൻസാ. പക്ഷെ അതൊന്നും നമുക്ക് പ്രശ്നമില്ലായിരുന്നു. വണ്ടി ഓടിക്കാനൊന്നും ഒരു വിഷയം ഒന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ആ വണ്ടിക്ക് വേറൊരു ഗുണമുണ്ട്, ക്ലച്ച് ചവിട്ടാതെ ഗിയർ ഇടാം. ക്ലച്ച് ചവിട്ടേണ്ട കാര്യമില്ല. നല്ല ബാലൻസ് ഉള്ളവർക്കാണ് അങ്ങനെ റേസിങ് ഞാൻ കുറയുമ്പോൾ ഒന്ന് വലിച്ച് ന്യൂട്രാക്കി അടുത്ത ഗിയറിലേക്ക് വിടാം. ടൈമിങ്ങിൽ ഇട്ടാ മതി, ക്ലച്ചിന്റെ ആവശ്യമില്ല. ഓട്ടത്തിൽ നിർത്തിയിട്ടില്ല. ഓട്ടത്തില് അത് ക്ലച്ച് ഇല്ലാതെ എത്ര ദൂരം ഓടിച്ചേക്കും നമ്മള്. ക്ലച്ച് പോയിട്ട് വണ്ടിയുടെ കംപ്ലൈന്റ് ആയിട്ട് അങ്ങനെ അതേലാണ് കളി പഠിക്കുന്നത്. അപ്പം അതേലെ ക്ലച്ച് ഇല്ലാതെ എന്തേരം പോയേക്കുന്നു, ബ്രേക്ക് ഇല്ലാതെ എന്ന് വേണ്ട ചെയ്യാം. അതും പൂനെ ടൗണിൽ കൂടെ, പൂനെ സിറ്റി കൂടെ ഒക്കെ ചുമ്മാ ബ്രേക്ക് ഇല്ലാത്ത വണ്ടി കൊണ്ട് ഓർക്കുന്നുണ്ട് ഒരു പ്രാവശ്യം. ബ്രേക്ക് പോയപ്പോ പൊട്ടിക്കിടക്കാ ബാക്കില്. അതും കൊണ്ടാ. എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് ലൂസ് ആക്കി ഇട്ടിട്ട് അതും കൊണ്ടാ പോകുന്നത്. അതുകൊണ്ട് അതേ ചെയ്യാത്ത പരിപാടികളൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണ് പണി പിടിച്ചത്. അപ്പം ഗോഡൗണിൽ കൊണ്ട് വണ്ടി ഇട്ടു, അടുത്ത ലോഡ് കയറ്റി. അപ്പോൾ അടുത്ത ലോഡ് ഔറംഗാബാദിലേക്കായിരുന്നു, അതായത് ബജാജിലേക്ക്. അപ്പം ഔറംഗാബാദ് എന്ന് പറഞ്ഞാൽ ഔറംഗാബാദ് വരച്ചല്ലണ്ട, അതിൻ്റെ പുറകിൽ വാളൂജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കമ്പനി. അപ്പോൾ അവിടുന്ന് അതേപോലെ തന്നെ ലോഡ് കയറ്റി വൈകുന്നേരം ഗോഡൗണിൽ നിന്ന് വണ്ടി എടുത്തു. നേരെ ഔറംഗാബാദ് റൂട്ടിൽ പോരുക നമ്മളിപ്പോൾ ഈ പോകുന്ന റൂട്ടിൽ. എന്നിട്ട് ഏകദേശം പൂനെന്ന് ഒരു 220 കിലോമീറ്ററേ മൊത്തം ഉള്ളൂ പൂനെ ഔറംഗാബാദ്. അപ്പോൾ നമുക്ക് കമ്പനിയിലേക്ക് എനിക്ക് വന്ന ഒരു 200-210 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് പൂനെന്ന് ഔറംഗാബാദ് റൂട്ടിൽ ഒരു 10-60 കിലോമീറ്റർ വന്നിട്ട് അവിടെ ഒരു ധാബയുണ്ട്. ആ സ്ഥലപ്പേര് ഞാൻ മറന്നു. അപ്പോൾ നമ്മുടെ മെയിൻ ഡ്രൈവർ, അതായത് ഉപാധ്യ പറയുന്നത് ഓ പിണ്ടേക്ക ഡാബമേ സോജായകാജ് എന്ന് പറഞ്ഞു. പുള്ളിയുടെ പേര് പിണ്ടെന്നാന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ കൊണ്ടുപോയി 6 കിലോമീറ്റർ വന്നിട്ട് ഒറ്റപ്പെട്ട ഒരു ചെറിയൊരു ധാബയാണ്. അവിടെ കൊണ്ട് വണ്ടി ഒതുക്കിയിട്ട് അവിടെ കിടന്ന് ഉറങ്ങി. എന്നിട്ട് വെളുപ്പിന് ഒരു 4 മണിക്ക് വണ്ടി എടുത്ത് വീണ്ടും പോന്ന് അങ്ങനെ ഒരു 7 മണി 8 മണിയൊക്കെ ആയപ്പോഴത്തേനും ബജാജിൽ വന്നു. ആ വരുന്ന വഴിയുണ്ടല്ലോ, സത്താറന്ന് വരുന്ന വഴിയാ. വന്നുവെച്ച് ഇവിടെ കയറും നഗർന്നൂരാണെങ്കിൽ ഇതാ ഷിരൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഷിരൂർ അത്. എന്നിട്ട് ഇതുപോലെ വരുന്ന വഴിക്ക് ഇതുപോലെ ചെറിയ കടകളുണ്ട്. അവിടെ നിർത്തി ചായയൊക്കെ മേടിച്ചു തന്ന്, പിന്നെ മറ്റേ ക്രീം റോളാണ് സ്ഥിരം നമ്മുടെ ആശ്വാസം അതാ. അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങനെ ഇവിടെ വരും. എവിടെ? ബജാജിന്റെ സ്കൂട്ടറും ഓട്ടോറിക്ഷയും ഉണ്ടാക്കുന്ന പ്ലാന്റാണ് ഇവിടെ. ഇപ്പം എന്നാന്ന് അറിയത്തില്ല. അന്ന് ഈ റോഡ് ഡബിൾ ലൈനാണ് കേട്ടോ. ഇപ്പൊ ഈ കാണുന്ന ഈ പകുതിയേ ഉള്ളൂ. ഇതിപ്പോ 4 ലൈനാണ്, 2 ലൈന് അതേ ഉള്ളൂ അന്ന്. എന്നിട്ട് ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും ഭയങ്കര തിരക്കായി ഹൈവേയില്. രാത്രിക്കൊക്കെ നൈറ്റ് സർവീസ് ബസ്സും അങ്ങനെ ഭയങ്കര തിരക്കുക. ഒരുപാട് അപകടങ്ങളും കണ്ടിട്ടുണ്ട്. അത് ഒത്തിരി. പിന്നെ ആണല്ലോ അന്നല്ല, ഇതിപ്പോ ആദ്യം ഇത് പറഞ്ഞ് തീർന്നിട്ട് ബാക്കി പറയാം. ആ സമയത്ത് അപകടങ്ങൾ കൂടുതലായിരുന്നു, ഭയങ്കര കൂടുതലായിരുന്നു. ഇപ്പൊ ഈ 4 ലൈൻ ആയ പിന്നെ അപകടങ്ങൾ ഒരുപാട് കുറഞ്ഞു. അപ്പൊ ഈ ബജാജിലാണ് ഞാൻ പറഞ്ഞില്ലേ 5 ടയർ വെച്ചുള്ള ബണ്ടിൽ എടുത്തോണ്ട് പോയി എല്ലായിടത്തും വന്ന് ഗേറ്റിലൊക്കെ എൻട്രി ചെയ്ത്. എനിക്ക് തോന്നുന്നു ഒരു 1-2-3 മണിക്കൂറത്തെ പണിയുണ്ട്. അത് കഴിയുമ്പോഴേ ഗോഡൌണിന്റെ അടുത്ത് വണ്ടി വരുള്ളൂ. കമ്പനിക്കകത്തോടെ എല്ലാം കയറി ഓരോരുത്തടുത്ത് സൈൻ മേടിച്ച് ഗോഡൌണിന്റെ അടുത്തോട്ട് വണ്ടി വരും.
ഗോഡൗണ്ട് അങ്ങോട്ട് ചെല്ലുമ്പം മിക്കവാറും ഗോഡൗൺ ഫുള്ളായിരിക്കും. ഇപ്പം ഈ 200 കിലോമീറ്റർ ഓടിയിട്ട് അവിടെ ചെന്നിട്ട് ഇത് ഇറക്കാൻ വേണ്ടി മിക്കവാറും 3 ദിവസം 4 ദിവസം ഒരാഴ്ച വരെയൊക്കെ കിടന്നിട്ടുണ്ട്. ഈ 3-4 ദിവസം അവിടെ കിടക്കുമ്പോഴേ മെയിനായിട്ട് ഭയങ്കര കൊതുക്, ഈച്ചയുടെ വലുപ്പമുള്ള കൊതുക, അതൊരു പ്രശ്നം. ചൂട്, തണുപ്പുള്ള ഇതുപോലുള്ള സമയമാണ് തണുപ്പ് വലിയ കുഴപ്പമില്ല. പിന്നെ ഫുഡ് ഏറ്റവും എനിക്ക് ആദ്യം ചെന്നതല്ലേ, അവിടെ കിട്ടുന്ന ഈ റോട്ട് തിന്ന് ഒരു രക്ഷയില്ല, മടുത്തു. പിന്നെ ലോഡൊക്കെ ഇറക്കിയിട്ട് നേരെ നമ്മൾ അടുത്ത ലോറി ഓഫീസിൽ ചെല്ലും. മൊത്തം മറാഠിക്കാരാ. കുറച്ചുനാൾ അടുപ്പിച്ച് നിന്നിരുന്നാൽ മറാഠി നല്ലപോലെ പഠിക്കാമായിരുന്നു. എന്നിട്ട് മിക്കവാറും അവിടെ നിന്ന് എന്നേലും ലോഡ് എടുക്കും. അതൊന്നെങ്കിൽ കമ്പി ആയിരിക്കും, ഇല്ലെങ്കിൽ ബിയർ ആയിരിക്കും. ഏതായാലും ബിയർ കമ്പനി പോയി ബിയർ കയറ്റും. അപ്പം അങ്ങനെ എന്തെങ്കിലും ലോഡ് എടുത്തോണ്ട് തിരിച്ച് പൂനെക്ക് വരും. എന്താണേലും ഒരു ട്രിപ്പ് പോയിച്ച് വന്നപ്പോഴേ ഞാൻ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ അളിയനോട് പറഞ്ഞു, അളിയ ഒരു സ്റ്റവും കുറച്ച് അരിയും വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതവിടെ പോയി കിടക്കണമല്ലോ. അന്നേരം എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴേ എന്നായി എന്നറിയോ, നേരെ കാഞ്ഞിയും കറിയും പോയിട്ട് ഒരു ചായ പോലും കടിഞ്ഞായ പോലും വെച്ചിട്ടില്ല അതുവരെ. ഉണ്ടാക്കിയിട്ടുമില്ല, അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല. പക്ഷെ ആ ഉത്സാഹം ഒന്നും ഇപ്പൊ സ്റ്റവ് കാണുമ്പോ കാണിക്കുന്നില്ല കേട്ടോ. അത് വേണ്ട, എന്നാന്നറിയോ, ആ ഉത്സാഹത്തിന്റെ ആവശ്യമില്ല. അതിലും ഉത്സാഹമുള്ള ആള് കൂടെ ഉള്ളപ്പോ പിന്നെ എന്തിനാ. പിറ്റേ ട്രിപ്പ് പോയപ്പം ഇതുപോലെ കുറച്ച് കുത്തരിയും ഒരു സ്റ്റവും ഒക്കെ കൊണ്ടുപോയി അവിടെ പോയി വണ്ടി കിടന്നു. എന്നാന്നറിയോ, കറിയൊന്നും വെക്കാനൊന്നും അറിയത്തില്ല എന്നല്ല, അതിനുള്ള പാത്രം സാധനം ഒന്നും മേടിച്ചില്ല. കുറച്ച് കഞ്ഞി വെക്കും, കഞ്ഞി വെള്ളം കൂട്ടി കഞ്ഞിയായിട്ടങ്ങ് വെക്കും. എന്നിട്ട് ഈ ഭയങ്കര ചൂടാ, നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് ഭയങ്കര ദാഹമാണേ. അത് ഈ തണുത്ത വെള്ളമൊന്നും മേടിച്ച് കുടിച്ചാലൊന്നും ദാഹം തീരുകയല്ല. അപ്പൊ ഈ കഞ്ഞിയും വെച്ച് കുറച്ച് ഉപ്പ് ഒഴിച്ച് കഞ്ഞിയും കുടിക്കും, എന്നിട്ട് ഈ കഞ്ഞിവെള്ളവും കുടിക്കും. അങ്ങനായിരുന്നു കുറെ നാള്. അപ്പം എന്നിട്ടല്ലോ ആദ്യത്തെ ട്രിപ്പ് എന്നിട്ട് വന്നിട്ട് പുള്ളി ഈ ലോഡും വെച്ച് എനിക്ക് ഓടിക്കാൻ തന്നില്ല. അതൊരു രസമാണ്. അപ്പൊ തിരിച്ച് ഇവിടുന്ന് ലോഡ് കയറ്റി, കമ്പിയാണ് കയറ്റിയത്. അപ്പൊ പൂനെക്ക് പൂനെയിൽ എവിടെയെങ്കിലും ഇറക്കാൻ ആയിരിക്കും. കമ്പി കയറ്റിയപ്പോൾ ഞാൻ കുറച്ച് വന്നു കഴിഞ്ഞപ്പം പറഞ്ഞു, ഒരു ദിവസം ഞങ്ങൾ രാത്രി കയറ്റി വന്നു, ഒരിടത്ത് കിടന്നു. എന്നിട്ട് ദാബേന്ന് പിന്നെ വണ്ടി എടുത്ത് പോയി. ഞാൻ പുള്ളിയോട് പറഞ്ഞു എനിക്ക് ഓടിക്കാൻ വേണമെന്ന് പറഞ്ഞു. പുള്ളി പഴയ വണ്ടിയായതുകൊണ്ട് പുള്ളി മടിയാ പറഞ്ഞേ. അപ്പം ഞാൻ ഓണറും കൂടെ ആണല്ലോ, ഓണറുടെ ആളാണല്ലോ. അപ്പം പിന്നെ ഒത്തിരി നിർബന്ധിച്ചപ്പോൾ പുള്ളി ഒരിടത്ത് നിർത്തി. ഞാൻ പതുക്കെ അപ്പുറത്തോടെ വന്ന് ഇറങ്ങി അവിടെ വന്ന് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഗിയർ ഇടുന്നതിന് മുമ്പ് ഇത് ഇങ്ങനെ കയ്യെ പിടിച്ചു. देखो भाई अपनी गाड़ी पुरानी गाड़ी है, धीरे धीरे चलाना. അതെങ്ങനെ ചോദിച്ചു മനസ്സിലാക്കി? പുരാനി ഗാഡി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അല്ല ഞാൻ ചോദിച്ചു മനസ്സിലാക്കില്ല, ഇങ്ങോട്ട് പറഞ്ഞ അല്ല ചേട്ടായിക്ക് അത് മനസ്സിലാകണ്ടേ. ധീരെ ധീരെ ചെല്ലാന്ന്, ധീരെ ധീരെ ചെല്ലാന്ന് ധീരമായിട്ട് ഓടിച്ചോളാം ഓർക്കും. അതല്ല, ധീരെ ധീരെ പതുക്കെ ഓടിക്കണമെന്ന്. പക്ഷെ എനിക്കത് മനസ്സിലായി. എന്ന് വെച്ചാൽ പുള്ളിയുടെ ആ മുഖഭാവവും ആ പറച്ചിലും ആ വണ്ടി തരാനുള്ള പേടിയും, അത് ലോഡ് വണ്ടിയുവാ. ലോഡ് വണ്ടി 10 ടണേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം കൂടെ പറഞ്ഞപ്പം എനിക്ക് സംഭവം മനസ്സിലായി, കാര്യം മനസ്സിലായി. അപ്പം അതിനാന്ന് വെച്ചാ ചെറുപ്പമല്ലേ, 22 വയസ്സ് കഴിഞ്ഞാല്. അപ്പൊ ഇങ്ങനെയുള്ള വണ്ടികൾ കിട്ടും ആഗ്രഹം കൊണ്ടും എടുത്താൽ 100 വിടുകയൊക്കെ ചെയ്യുമല്ലോ. അന്നത്തെ പ്രായം അതാണല്ലോ, അങ്ങനാണ്. അപ്പം അതുകൊണ്ട് പുള്ളി പേടിച്ചിട്ടാ പുള്ളി ഇങ്ങനെ ഇരുന്ന് പറയുന്നേ. ചുരുങ്ങിയ സമയം കൊണ്ട് പുള്ളി കാര്യങ്ങൾ മനസ്സിലാക്കി. അയ്യോ, എന്നിട്ട് അവിടുന്ന് ലോഡ് വണ്ടി ഇങ്ങനെ എടുത്ത് പോന്നു. ഒന്ന് ഇതുണ്ടല്ലോ 91 മോഡൽ വണ്ടിയാണ്, 98-ലാണ് സംഭവം ഞാനീ പറയുന്നത്. പക്ഷെ ഈ വണ്ടി പണിയൊന്നും മെയിൻ്റെനൻസ് ഒന്നും കറക്റ്റ് ആയിട്ട് ചെയ്യാതെ വണ്ടിക്ക് കണ്ടീഷൻ ഒന്നും ഇല്ല. അത് പുള്ളിക്ക് നല്ലപോലെ അറിയാം. പുള്ളി ഇത് കൊണ്ടാടക്കുന്നത്. പിന്നെ ഇവിടെ ലോക്കൽ ഓടുന്ന വണ്ടിയല്ലേ, കാര്യമായിട്ട് പണിയുടെ ആവശ്യമൊന്നും ഇല്ല. 100-150-200 കിലോമീറ്റർ ഓടുന്നു, അത്രേ ഉള്ളൂ. മാക്സിമം പോകുന്ന ഏറ്റവും ലോങ് ആണ് ഞങ്ങളുടെ ഈ പൂനെ ഔറംഗാബാദ്. പിന്നെ പോയാൽ ചിലപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം നാസിക്കും അതും കൊണ്ട് പോയിട്ടുണ്ട്. അത് മഹേന്ദ്രയുടെ കമ്പനിയിൽ ഈ അർമഡയ്ക്കൊക്കെ ഉള്ള ടയറും കൊണ്ട് പോയതാണ്. അത് ഞാൻ തന്നെ പോയെ. അപ്പം ഇങ്ങനെ പിന്നെ കുറെ ഓടിച്ചു. അപ്പം അത്യാവശ്യം വണ്ടി ഓടിക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പം അതുകൊണ്ടാക്കിയാലും അങ്ങനെ പിന്നെ ഭയങ്കര സന്തോഷമാണ്. ഇവിടെ പോയി കൊതുകടി കണ്ട് ഇത്രയും ദിവസം കിടന്നാലും ഇത് ശാലം ഓടിക്കാൻ കിട്ടിയാൽ മതിയല്ലോ. അതുകൊണ്ട് അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ്. അപ്പം അങ്ങനെ വണ്ടി കുറെ ഓടിക്കുകയൊക്കെ ചെയ്തു. എന്താണേലും അങ്ങനെ ഒരു മാസം ഞാൻ പുള്ളിയുടെ കൂടെ നിന്നപ്പം അത്യാവശ്യ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഭാഷയും, പിന്നെ ഈ വണ്ടി പോകുന്ന വഴിയും, പിന്നെ ചെക്ക് പോസ്റ്റിൽ ചെന്നൊക്കെ കാണിക്കേണ്ടതും, ഇവിടെ ഈ കമ്പനി ചെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട എല്ലാം പഠിച്ചു. അപ്പൊ ഈ ഒരു മാസം ആയപ്പോഴത്തേക്കും ആളിയൻ പറഞ്ഞു, എടാ നീ ഇനി തന്നെ കൊണ്ടു നടക്കത്തില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനാ ഒരു കുഴപ്പമില്ല, എന്നെ കൊണ്ടുപോയി. മെയിൻ ഡ്രൈവറായി. പുള്ളിയുടെ പണി പോയി, ഉപാധിയുടെ പണി പോയി. ഉപാധിയെ ഇങ്ങനെ പറഞ്ഞു വിടാൻ തയ്യാറായിട്ട് ഇവർ ഇരുന്ന വേറെ ഒരു നിവൃത്തി ഇല്ലാഞ്ഞോണ്ട് ഇങ്ങനെ പോവായിരുന്നു. അങ്ങനെ എന്നിട്ട് ഉപാധിയെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ മെയിൻ ഡ്രൈവറായി. ഒരു കിളിയാൻ കൂടെ നമുക്ക് തന്നു. അപ്പൊ കിളിക്ക്
മറാഠി അറിയാം, കർണാടകക്കാരനാ, പക്ഷെ ഒരുപാട് ഇവിടെ ജനിച്ചു വളർന്ന മഹാരാഷ്ട്രയിൽ. മറാഠി അറിയുകയും ചെയ്യാം, അവനും അത്യാവശ്യം വഴിയും കാര്യങ്ങളൊക്കെ അറിയാം, വണ്ടി ഓടിക്കുകയും ചെയ്യും. ലൈസൻസ് ഒന്നുമില്ല. അന്നൊക്കെ വേറെ കാര്യമുണ്ട്, കിളി ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാ വണ്ടികളും കിളി പോലെ. അന്ന് തമിഴ്നാട് വണ്ടിയിലൊക്കെ 2 ഡ്രൈവർ ഒരു കിളിയുവാ പോകുന്നത്. ഒരു വണ്ടിയെ 3 പേരാ പോയിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ അന്ന് പോലെ പിന്നെ ഈ 1 മാസം കഴിഞ്ഞപ്പോൾ മുതല് ഞാൻ മെയിൻ ഡ്രൈവറായിട്ട് വണ്ടി ഓടാൻ തുടങ്ങി. അന്ന് ഈ പൂനെ ഓടിക്കൊണ്ടിരുന്ന കാലത്ത് ഇതുപോലത്തെ വണ്ടിയാണ്, ഇത് മഹാരാഷ്ട്ര ബോഡിയാണല്ലോ വണ്ടി. അന്ന് ഓടിക്കൊണ്ടിരുന്നപ്പം അറിയാവുന്ന ഒരാളെ, അന്ന് നമുക്ക് യൂട്യൂബ് ചാനൽ ഇല്ലായിരുന്നു, അന്ന് MH11F 4615 എന്നും പറഞ്ഞൊരു വണ്ടി ഓടിച്ചോണ്ടിരുന്ന ഒരാളുണ്ട്. സത്താറയുള്ള ആളാ, അവരുടെ പേര് ഞാൻ മറന്നുപോയി. പുള്ളിയെ ഞാൻ ഒരു പ്രാവശ്യം ലോറിയെ ചുമ്മാ വരിക, സത്താറ കഴിഞ്ഞിട്ടുള്ള ആ ടോളിൽ ഇറക്കാറങ്ങി ചെല്ലുക, അവിടുന്ന് വരുമ്പോ ആ ടോളി വെച്ച് പുള്ളിയെ കണ്ടു, വർത്താനൊക്കെ പറഞ്ഞു. പുള്ളി എന്നോട് വന്ന്, അത് വീഡിയോയിലുണ്ടോ? വീഡിയോയിലില്ലെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായോ? പിന്നെ എന്നെ മനസ്സിലായി, സംസാരിച്ചു. ഒത്തിരി വർഷം കൂടി കണ്ടതാ ഇത്. ഞാനതിപ്പോ ഓർക്കാൻ കാരണം ഇപ്പൊ ആ വണ്ടി കണ്ടില്ലേ, അത് MH11 തോന്നുന്നു. ആ വണ്ടി സത്തറയുള്ള വണ്ടിയാ. ആ വണ്ടി കണ്ടപ്പോ വെറുതെ അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ ലോഡ് ഇറക്കി വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു ഈ വാളൂജി തന്നെ. അപ്പൊ അവിടെ പോയി കിടക്കുമ്പം ചിലപ്പോ 1-2-3 ദിവസമൊക്കെ ഹാൾട്ടാവും. ആ സമയത്തൊക്കെ ഈ വണ്ടിക്കാരും ഒക്കെ ആയിട്ട്, വണ്ടിക്കാർ വന്ന് ഞാനല്ലേ ഉള്ളു മലയാളിയായിട്ട് ഒരാള്, അപ്പൊ ഇവർക്ക് ഭയങ്കര കാര്യം, ഇവര് വന്ന് സംസാരിക്കുമായിരുന്നു. അന്നേ ഈ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്ന സമയങ്ങളില് ഡ്രൈവർമാർ ഇറങ്ങി ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കും, നല്ല ലോകയാവും, നല്ലൊരു ബന്ധം ഉണ്ടാകും. ഇന്ന് അതില്ല, എല്ലാരും ആ ഫോണുമായിട്ട് വണ്ടി ഇരിക്കുള്ളൂ. അതുമല്ല നമ്മുടെ വണ്ടിയെ പോകുന്നവര് തമ്മിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലോകമില്ല, സംസാരം. നമ്മുടെ വണ്ടിയിൽ നിന്ന് ഉദ്ദേശിച്ച് ഒരേ കമ്പനി വണ്ടിയെ പോകുന്നവര് തമ്മിൽ പോലും വലിയ ബന്ധങ്ങളൊന്നും ഇല്ല. ബന്ധങ്ങൾക്ക് ഉള്ള വില ആഴം കുറഞ്ഞു. പുടേ ഗാവാഹേ വില്ലേജ് ഹെഡ്. അതെ, പഴയ പണി പഠിച്ച റൂട്ടിൽ വന്നു കഴിഞ്ഞപ്പോ മറാഠിയൊക്കെ വരാൻ തുടങ്ങിയല്ലോ. അതവിടെ എഴുതി വെച്ചിരുന്ന മറാഠിയാ അത്. ഞാനോർത്ത് ഓർമ്മയിൽ നിന്നും ചികഞ്ഞെടുത്തതായിരിക്കും. അല്ല, അതൊക്കെ അറിയാം. മാകെ പുടേ എന്നൊക്കെ പറഞ്ഞ അതൊക്കെ അറിയാം. മുന്നിലെ പുറകില് കുറച്ചൊക്കെ അറിയാം. ഇത് സുപ്പ എന്ന് പറഞ്ഞ സ്ഥലം. സുപ്പ ഉണ്ടോ, പൂവുണ്ടോ? അല്ല, ഇവിടെ അമ്പലം ഉണ്ട്, അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ കല്യാണ മാലയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അടിപൊളി പൂമാല ഉള്ള കിടക്കുന്നത്, നല്ല രസമാണ് കാണാൻ. ഇവര് മിക്കവാറേ പണ്ടർപൂരിന് പോകുന്നവരായിരിക്കും. ശരിയാ, എനിക്ക് അങ്ങനെ തോന്നുന്നത്. അതോ ഷിർഡി പോകുന്നവരാണ്. ഷിർഡിയാണ് ഇങ്ങോട്ടല്ല, അങ്ങോട്ടാ പോകണ്ടേ. എന്ത് സ്ഥലങ്ങളാണ് ചുമ്മാ കിടക്കുന്നത് അല്ലേ. അതെ, വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. അതായിരിക്കും ചിലപ്പോൾ കൃഷിയൊന്നും ചെയ്യാതെ ഇട്ടേക്കുന്നത്. മഹാരാഷ്ട്രയിൽ അങ്ങനെ വെള്ളത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ പാറയായിരിക്കും അവിടെ. ഇവിടെയൊക്കെ കൃഷി ഉള്ളതാ, ഈ സമയത്ത് ഇല്ലാത്തതാണെന്ന് തോന്നുന്നു. കണ്ടില്ല, അങ്ങനെ കണ്ടില്ല. കൃഷിയെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കണ മെയിൻ ഡ്രൈവർ വേണം. അതെ, മെയിൻ ഡ്രൈവർ ഉണ്ടായിരുന്നെങ്കിൽ ഒത്തിരി കൃഷികൾ കാണാമായിരുന്നു. അതെ. അപ്പോൾ അതെ, നമ്മൾ അഹമ്മദ് നഗറിലെത്തി, അഹല്യ നഗറിലെത്തി. ഇവിടെ നിന്ന് നേരെ കയറിപ്പോയാൽ ഇത് നേരെ ഔറംഗാബാദ് തന്നെയാണ്. ഇപ്പം ബൈപ്പാസ്സായി. അഹമ്മദ് നഗർ കുറച്ച് ദൂരമേ ഉള്ളൂ. ലെഫ്റ്റിലേക്ക് നമുക്ക് പോകണം. വലത്തേക്ക് പോയാൽ നമുക്ക് നാട്ടിൽ തിരിച്ചു പോകണം, വലത്തോട്ട് പോകണം. ബീജാപ്പൂർ സൈഡിലേക്ക് പോകുന്നതാണ് വലത്തേക്കുള്ള റോഡ്. റോഡ് കയറ്റിയിട്ട് പോകാം അല്ലേ? റോഡ് കയറ്റിയിട്ട് പോവാം. അപ്പം ഇങ്ങോട്ട് പോവാം. അപ്പം നേരെ പോയാൽ അഹല്യ നഗർ അല്ലെങ്കിൽ അഹമ്മദ് നഗർ, ഔറംഗാബാദ്. ഇത് ഷിർഡി പോകുന്ന വഴിയാണ്. ഷിർഡിയൊക്കെ പോയി ഇതുവഴി നമുക്ക് മധ്യപ്രദേശൊക്കെ പോകണമെങ്കിൽ ഈ വഴിക്ക് പോകാം. ഇവിടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു പണ്ടത്തേക്കാൾ. അപ്പോൾ ഇത് നമ്മുടെ ബൈപ്പാസ്സാണ്, അഹമ്മദ് നഗർ ബൈപ്പാസ്സാണ്. മന്മാട് 143 കിലോമീറ്റർ, ഷിർഡി 84 കിലോമീറ്റർ. ഒരു വണ്ടിയെ സവാള കയറ്റി നിർത്തിയേക്കുന്നത്. ഇതൊക്കെ ഇന്നലെ ലോഡ് ചെയ്ത വണ്ടിയായിരിക്കും കേട്ടോ. ഇത് മാർക്കറ്റാണ്, കൃഷി ഉൽപ്പന്ന ബജാർ സമിതി, അഹമ്മദ് നഗർ. നമ്മൾ ഈ വഴിക്ക് തിരിഞ്ഞു പോരുന്നത് ഇവിടെ ഒരു ലോറി ഓഫീസുണ്ട്. അപ്പോൾ അങ്ങോട്ട് ആ ഓഫീസിലേക്ക് നമുക്ക് നാട്ടിലേക്കുള്ള ലോഡ് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇതല്ലേ ഇവിടെ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. ഇതെല്ലാം ലോഡെല്ലാം ഇറക്കിയിട്ട് അടുത്ത ലോഡിന് വേണ്ടിയിട്ട് കിടക്കുന്ന വണ്ടികളാണ്. ഇതിനുള്ള കൂടുതലും സവാള ലോഡ് തന്നെയാണ് കൂടുതലും ആകുന്നത് ഇവിടുന്ന്. പിന്നെ കടല ലോഡാവും, നിലക്കടലല്ല, കറിക്കടല. അഹമ്മദ് നഗറിലെ ഭാരത് ബെൻസിൻ്റെ ഷോറൂമാണ് ഓട്ടോബാൻ ട്രക്കിംഗ്. നമ്മുടെ കേരളത്തിലുള്ള ഓട്ടോബാൻ്റെ തന്നെയാണ് ഇവിടുത്തെ ഡീലർഷിപ്പ്. അപ്പോൾ നമ്മൾ ലോഡ് എടുക്കുന്ന ആദ്യം കണ്ട ഓഫീസ് നമ്മൾ ലോഡ് എടുക്കുന്ന ഓഫീസല്ല, അത് ആന്ധ്ര കർണാടക സൈഡിലേക്ക് ലോഡ് കയറ്റുന്ന ഓഫീസാണ്. നമ്മൾ ലോഡ് എടുക്കുന്ന ഓഫീസ് ഇതേ ഇവിടെ, ഇങ്ങോട്ടാണ് ഇപ്പം വണ്ടി ഇറങ്ങുന്നത്. വണ്ടികൾ കുറവാണെങ്കിൽ പെട്ടെന്ന് ലോഡ് കിട്ടും. ഒത്തിരി വണ്ടി ഉണ്ടെങ്കിൽ ചിലപ്പം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതെ, വണ്ടിയൊക്കെ അവിടെ ഒതുക്കി കിട്ടും. ഇപ്പോൾ നമുക്ക് ലോറി ഓഫീസിലൊന്ന് കയറി പോയിട്ട് വരാം. അപ്പോൾ ഒരു ലോറി ഓഫീസിൽ വന്ന് എങ്ങനെ ഒരു ലോഡ് എടുക്കുന്നതെന്നും അങ്ങനെ പിന്നെ ലോഡ് കയറ്റുന്നതും ഒക്കെയുള്ള ഒരു കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.